എനിക്ക് പിൻഗാമിയുടെ ഫൈറ്റ് കാണുന്ന ഒരു കുട്ടിക്കാലത്ത് ഓർമ്മ മാത്രമേ ഉള്ളൂ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് മോഹൻലാലിന്റെ ഡ്യൂപ്പ് വീഴുമ്പോൾ, ചില്ല് പൊളിച്ച് വീഴുമ്പോൾ കൽക്കണ്ടമാണ് എറിയുന്നത്. ആ കൽക്കണ്ടത്തിന് ഓർമ്മയുണ്ട്. അത് മാത്രമേ ഓർമ്മ. പിന്നെ സിനിമ ഇല്ല. ഞാൻ വിപ്രവേശത്തിലാണ് ടക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ കോംപ്ലക്സ് ഉള്ളത് ഞാൻ അച്ഛൻ്റെ ചീത്തപ്പേരുണ്ടാക്കുന്നു എന്നുള്ള സത്യം മനസ്സിനകത്ത് പതിഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്ന് എനിക്ക് ഒരിക്കലും ആ പടത്തിൽ നിന്ന് മോചനം കിട്ടിയില്ല. ഫുൾ ഷൂട്ടിംഗ് അറ്റൻഡ് ചെയ്തെങ്കിലും ലാസ്റ്റൊക്കെ എനിക്ക് കിളിപോയി. നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയി. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. പിന്നെ ഫഹദ് ഫാസിലിന്റെ ഡേറ്റ് കിട്ടിയിട്ടത് പൊട്ടിയാൽ ആൾക്കാരെ തല്ലിക്കൊല്ലും. അപ്പോൾ ഫഹദ് എന്തിനാണ് ഇവരുടെ കൂടെ, അങ്ങനെയുള്ള കുറെ കമന്റ് ആണ്. നമ്മൾ ഫസ്റ്റ് അച്ഛൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അനൗൺസ് ചെയ്യുമ്പോൾ താഴെ ഞാൻ ചെന്നൈയിൽ നിന്ന് വായിക്കുകയാണ്. അന്ന് വൈഫ്, ഞാൻ അവിടെ വൈഫ് അവിടെ വർക്ക് ചെയ്യണം. ആ വാശിക്കകത്ത് നമ്മൾ ഒത്തൊരുമിച്ചുണ്ടാക്കിയ സിനിമയാണ് ഞാൻ പ്രകാശൻ. അത് ടാഗാണ്. ഞാനും അനുബന്ധം ചെയ്താലും എനിക്കൊന്ന് പ്രായമുള്ള ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സോ ഒന്ന് ഇമോഷണലായിട്ട് സംസാരിച്ചാൽ തുടങ്ങി നന്മ. അഖിൽ സത്യനാണ് ക്യൂ സ്റ്റുഡിയോയിൽ. അഖിലപ്പോൾ ആദ്യം കൺഗ്രാറ്റ്സ്. നമ്മളിപ്പോൾ എല്ലായിടത്തു നിന്നും ഒരു പരിഭവം, സങ്കടം, നിരാശയൊക്കെ വരുമായിരുന്നു തിയേറ്ററിൻ്റെ കാര്യത്തിൽ. തിയേറ്ററിൻ്റെ ബിസിനസ് ഏറ്റവും മോശം സാഹചര്യത്തിലൂടെ പോകുന്നു. നമ്മൾ ജാനുവരി ടു ഏപ്രിൽ നോക്കുകയാണെങ്കിൽ സക്സസ്ഫുൾ എന്ന് പറയുന്നത് ഈ 100-1 രോമാഞ്ചാണ് അങ്ങനെ എടുത്തു പറയാവുന്നത്. അങ്ങനെ ഒരു ഭൂരിപക്ഷം സിനിമകളും തകർന്നടിഞ്ഞു എന്നുള്ളിടത്താണ്. അപ്പോൾ പാച്ചു തിയേറ്ററിനെ അങ്ങനെ തിരികെ പിടിക്കുകയാണ്, പ്രേക്ഷകരെ തിരികെ കൊണ്ടുവരികയാണ് എന്നുള്ളത്. ശരിക്കും നിങ്ങൾ ഇതിൻ്റെ റിലീസിൻ്റെ തലേദിവസം പിറ്റേ ദിവസത്തെ റിസൾട്ട് ഏത് രീതിയിൽ എക്സ്പെക്ട് ചെയ്തിരുന്നു? ഞാൻ ആക്ച്വലി ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. ആശ്വാസം എന്നുള്ള വാക്കാണ് ടെൻഷനേക്കാൾ. എന്നോട് ചോദിച്ചു ആൾക്കാർ ടെൻഷൻ ഉണ്ടോ? എനിക്കില്ല. കാരണം 3 വർഷത്തോളം ഈ സിനിമ ഇറക്കാൻ പറ്റില്ല എന്നുള്ള ടെൻഷൻ എത്ര ദിവസങ്ങൾ നമ്മൾ ഉറങ്ങാതിരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് റിലാക്സ് എന്നുള്ള റിലീഫ് എന്നുള്ള വാക്ക് മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. ഭയങ്കര ആശ്വാസം, ഈ സിനിമ കഴിഞ്ഞല്ലോ, ഇത് കാണിക്കാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ ടെൻഷനായിരുന്നില്ല. പക്ഷെ എനിക്ക് ഒരു ക്ലാരിറ്റി എന്നുള്ള വാക്ക് എനിക്ക് ഈ പടത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏത് ഫിലിം മേക്കറായാലും ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതാണ് ഏറ്റവും വേണ്ടത്. ഇത് വർക്കാവും എന്നുള്ള ചിന്ത, ഒരു വിശ്വാസം ഉള്ളിലുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിക്കാൻ പറ്റും എന്നുള്ളത്. എൻ്റെ ക്ലാരിറ്റി മെറ്റ് റിയാലിറ്റി എന്നുള്ളതാണ് ഇതിൽ സംഭവിച്ചത്. പല ബംപി റൈഡായിരുന്നു സിനിമ. നോട്ട് സോ ഈസി ടു എക്സിക്യൂട്ട് സിനിമയാണ്. പക്ഷെ അത് ഫൈനലി എത്തി. നമ്മുടെ ഇമോഷൻ ആൾക്കാരായിട്ട് കണക്ട് ചെയ്തു. ഞാൻ ഇന്നലെ ആദ്യമായിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ കാണുന്നത്, കൊച്ചിയിൽ. ഞാൻ അന്തിക്കാടായിരുന്നു. അച്ഛൻ്റെ സെയിം ടെക്നിക്കായിരുന്നു. റിലീസ് ഡേ എല്ലാം മറന്ന് വെരി നോർമൽ ഡേ ആയിരുന്നു അന്തിക്കാട്. കോമഡി പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ റിലീസിൻ്റെ തലേ ദിവസം വൈറ്റിലെ ബസ് സ്റ്റാൻഡിൽ എൻ്റെ അസിസ്റ്റൻ്റ് ആരൻ എന്നെ ഡ്രോപ്പ് ചെയ്ത് ബസ് കാത്തു നിൽക്കായിരുന്നു. ഒരു വൻ മഴയത്ത് ബസ് കയറി വൈഫിൻ്റെ വീട്ടിൽ പോയി. വൈഫിൻ്റെ വേണ്ടി ട്രെയിനിൽ വന്ന് അവിടെ ട്രെയിൻ ഫുൾ ബ്ലോക്ക്, ട്രെയിൻ പിടിച്ചിട്ടു ചാലക്കുടിയിൽ. അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് 2 മണിക്കൂർ അന്തിക്കാട് എത്തിയത്. റിലീസിൻ്റെ തലേന്ന് രാത്രി 10 മണിക്ക് 2 മണിക്കൂർ ഓട്ടോയിൽ കുഞ്ഞായിട്ട് അന്തിക്കാടത്താണ്. അപ്പൊ അച്ഛൻ ഇങ്ങനെയാണോ ഒരു പടത്തിന്റെ ഡയറക്ടർ തലേദിവസം. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയി. അച്ഛൻ അങ്ങനെയാണ്, വളരെ സാധാരണ ദിവസം. രാവിലെ അച്ഛൻ പറമ്പിലേക്ക് ഇറങ്ങുന്നു, ഞാൻ മോൻ്റെ കൂടെ കളിക്കുന്നു. എനിക്കറിയായിരുന്നു കളക്ഷൻ ആദ്യം കുറവായിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. കാരണം ഈ സിനിമ അങ്ങനെ ഒരു അട്രാക്ട് ചെയ്യുന്ന സിനിമ, യൂത്തിന് ഇപ്പോൾ ഉള്ള ട്രെൻഡുള്ള സിനിമയല്ല. പക്ഷെ അത് കുറച്ചാൾ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാവും എനിക്ക് ഉറപ്പായിരുന്നു. അത് അച്ഛൻ്റെ പടങ്ങൾ തന്നെയാണ്. ആ ക്ലാരിറ്റി അതുതന്നെ. പക്ഷേ ഈ പടത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ഫീൽ ഗുഡ് പടം എന്ന് ടാഗ് ചെയ്യുമെങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. ഇതൊരു എനിക്ക് ഡോക്യുമെന്ററി ഷൂട്ട് ഇഷ്ടമാണ്. ആ ഒരു ഫ്ലേവർ മിക്സ് എന്നുള്ള രീതിയിലല്ലേ. ഇതിലൊരു ഫീൽ ഗുഡിനേക്കാൾ ഒരു പാക്കേജ് സിനിമ എന്നുള്ള വേർഡാണ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അത്രയും എലമെന്റ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു XYZ ആക്സസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. റിയലിസം മിക്സ് ചെയ്തിട്ടുണ്ട്, പക്കാ കൊമേഴ്ഷ്യൽ സാധനം മിക്സ് ചെയ്തിട്ടുണ്ട്, ഇമോഷൻ മിക്സ് ചെയ്തിട്ടുണ്ട്, ആക്ഷൻ ഉണ്ട്. വാട്ട് നെക്സ്റ്റ് സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ അടുത്തത് എന്തെന്നുള്ള സാധനം എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലെങ്ത് ഉള്ള സിനിമയാണ് എഴുതുന്നത്. ശരിക്കും തിയേറ്ററിനെ ഓഡിയൻസിനെയും മുന്നിൽ കാണുക എന്ന് പറയുന്നത് അല്ലേ. അത് അഖിൽ എഴുതുമ്പോൾ ഇപ്പുറത്തെ ഒരു പ്രേക്ഷകൻ കൂടി ഇരുന്നാൽ ഇവിടെ ചിരിക്കണം, ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ അത് ഷാനുവിന്റെ ക്യാരക്ടർ ഇറങ്ങിയപ്പോ പയ്യനെ ഇറക്കണം എന്നുള്ള മട്ടിൽ അല്ലേ. ബാക്ക് ടു ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 10 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഞാൻ ഡയറക്ട് ചെയ്യുന്നത്. വിപ്രോന്ന് ജോലി രാജിവെച്ചിട്ട് 12 വർഷം കഴിഞ്ഞു. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. പിന്നെ ഫഹദ് ഫാസിലിന്റെ ഡേറ്റ് കിട്ടിയിട്ടത് പൊട്ടിയാൽ ആൾക്കാരെ തല്ലിക്കൊല്ലും. കാരണം ഇത്രയും ആൾക്കാർ കൊതിക്കുന്ന ഒരു താരത്തിന് ഡേറ്റ് കിട്ടിയിട്ട് ഒരു പുതുമുഖ സമയത്ത് നിലയിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അതിലും വലിയ എനിക്കും കുടുംബത്തിനും പിന്നെ സൺ ഓഫ് സത്യൻ. പക്ഷേ ഇപ്പോഴും എനിക്ക് സന്തോഷമുള്ളത്, ഞാൻ വിപ്രോയിൽ ജോലി ചെയ്യുമ്പോൾ ആലോചിക്കാറുണ്ട്, സിനിമയിൽ വരാൻ പറ്റുമല്ലോ, കാര്യം അച്ഛൻ സമ്മതിക്കില്ല, പണിയാണ്, എന്നാലും സിനിമയിലേക്ക് വരാൻ ഉള്ളൊരു കൊതി, ആ കൊതി നമ്മൾ അറിയാതെ അങ്ങോട്ട് വലിപ്പിക്കുന്നുണ്ട്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്ന പൊസിഷൻ, ഇപ്പം ഞാൻ മനുഷ്യമായിട്ട് സംസാരിക്കുമ്പോൾ അത് ഭയങ്കര യൂണിവേഴ്സ് എന്നുള്ള സംഭവമാണ്. അതായത് അതിനു വേണ്ടി എല്ലാം ഒത്തുവന്ന് ശ്രമിച്ചു എന്നുള്ളതാണ്. അത് കറക്റ്റ്, അത് സത്യമുണ്ട്. നമ്മളൊരു കാര്യം ശരിക്കും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ എഫേർട്ട് എന്നുള്ളതും സമയം എന്നുള്ളതും ഭയങ്കര സംഭവമാണ്. ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്, 2020-ലാണ്.
ഇതിൻ്റെ റിലീസിൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ അവൻ്റെ സ്കൂൾ ബാഗ് വാങ്ങിച്ചു. അപ്പോൾ അത്രയും കാലം പക്ഷേ അപ്പോഴും വിടാതെ പിടിക്കുക എന്നുള്ളതാണ്. അത് അൾട്ടിമേറ്റ്ലി ഒറ്റ ഷോടെ കേസുള്ളൂ. അത് കയറി കഴിഞ്ഞിട്ട് 10 പേര് കണ്ടാൽ മതി. ആ 10 പേര് പറഞ്ഞാൽ ഇത് ഏൽക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ അത് ഞാൻ ഇന്നലെ രാത്രി 1:30 ഫുൾ പെണ്ണുങ്ങളായിട്ട് സ്ത്രീകളായിട്ട് ആൾക്കാർ വരുന്നു. 2 മണിക്ക് ഞങ്ങൾ ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ കാർ ക്രോസ് ചെയ്തിട്ടൊരു സ്ത്രീ, ആ ഫ്രണ്ടിലും പുറകിലൊരു കുട്ടിയുണ്ട്, അവർ കൈ കാട്ടി നിർത്തിയിട്ട് എത്ര നാളെ ഇങ്ങനത്തെ സിനിമ കണ്ടിട്ട് സന്തോഷമായിട്ടോന്ന് പറഞ്ഞ് വണ്ടി പിടിച്ച് പോവാണ്. 2 മണിക്ക് വീട്ടിലേക്ക് പോകണം. ഈ കാഴ്ചയാണ് നമ്മൾ സന്തോഷിപ്പിക്കുന്നത്. ഞാൻ നോക്കുവാണേ ഈ ഭാഗ്യദേവയുടെ സമയത്താണെന്ന് തോന്നുന്നു ഞാൻ സത്യസാറിന് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത്, കറക്റ്റ് മെമ്മറി അല്ല പറഞ്ഞ അഖിലിന് കറക്റ്റ് ചെയ്യാം. അതായത് രണ്ടാമത്തെ ആളും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ നേരത്തെ ഒരാൾക്ക് പനി വന്ന മറ്റൊരാൾക്കും കുറച്ചൊരു ഗ്യാപ്പിൽ പനി അപ്പൊ സിനിമ ചെയ്യണമെന്നാണ് രണ്ടാമത്തെ ആൾ വന്നത്. എനിക്കൊന്ന് അഖിലാണോ അനൂപാണോ അന്ന് ഇറങ്ങിയെന്ന് അറിയില്ല. ഭാഗ്യദേവിയുടെ നെക്സ്റ്റ് പടത്തിലാണ് കഥ എന്നുള്ള സിനിമയിലാണ് വന്നത്. ആ സിനിമയിൽ ഞങ്ങൾ വിപ്രോയിൽ വർക്ക് ചെയ്യണം. നെക്സ്റ്റ് പടം അന്ന് അനൂപ് ആക്ച്വലി ആ സമയത്ത് വിപ്രോയിൽ പഠിത്തം കഴിഞ്ഞ് വിപ്രോയിൽ ഞങ്ങൾ ജോയിൻ ചെയ്തു. രണ്ടുപേരും ഒരു സെയിം കമ്പനി ആയിരുന്നു. അതായത് ഒരേ സ്ഥലത്താണ് പഠിച്ചത്. നഴ്സറി മലയാളം മീഡിയമായിരുന്നു. നഴ്സറി മുതൽ അംഗനവാടി മുതൽ MSc കഴിഞ്ഞ് വിപ്രോ വരെ ഒരേ സ്ഥലത്താണ്. അത് കഴിഞ്ഞ് ലൈഫ് ചേഞ്ച് ചെയ്ത് അനൂപ് വരയ്ക്കും. NAD പോയി അനൂപ് സ്കെച്ച് ചെയ്യും. അത് തീരെ ട്രെയിൻഡ് അല്ല, പുള്ളി റാൻഡം വല്ലപ്പോഴും വരയ്ക്കുന്ന ആൾ മാത്രമാണ്. പക്ഷെ അന്ന് ചെന്നൈയിൽ ഒരു NAD എന്ന് പറഞ്ഞാൽ IIT ആണ്, ഡിസൈനിൻ്റെ IIT ആണ്. അപ്പോൾ ചെന്നൈയിൽ മാത്രം 2000 പേര് എഴുതിയ എൻട്രൻസ് ഉണ്ട്. അനൂപ് ഞാൻ പോലും അറിയാതെ അനൂപ് അത് ഇനി അവന് ചുമ്മാ നമ്മൾ അറിയുന്ന പോലും ഇല്ല. ഞാൻ ഓഫീസിലാണ്, അനൂപ് എഴുതാൻ പോയി തിരിച്ചു വരുന്നു. ഒരു ദിവസം പറയണം എന്നെ ഫസ്റ്റ് ലെവൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കിട്ടില്ല, കാരണം അത്രയും ഇന്ത്യയിൽ 15 സീറ്റുള്ളൂ, 15 സീറ്റ്സ് ഉള്ളൂ. പക്ഷെ അത് ക്ലിയർ ചെയ്ത് അവസാനം ഇന്ത്യയിലത്തെ 15-1 അവനാണ്. ഈ മൊമെന്റ് ഭയങ്കര ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമുള്ള മൊമെന്റ് ആയിരുന്നു. എനിക്ക് അതാണ് ഞാൻ ആക്ച്വലി അസൂയക്ക് അപ്പുറത്താണ് അഭിമാനം എന്നുള്ള വാക്ക് മനസ്സിലായി. കാരണം ഇവൻ അത് ബ്രേക്ക് ചെയ്ത് അങ്ങോട്ട് എത്തിയില്ല എന്നുള്ളത് ഭയങ്കര അച്ഛനും, കാരണം അതുവരെ നിങ്ങൾക്ക് ഒരു കോമൺ ലക്ഷ്യം അങ്ങനെ എന്തായിരുന്നു? നമുക്ക് രണ്ടുപേർക്കും ഒന്നാമത് സിനിമയായിട്ട് അച്ഛൻ തീരെ അടുപ്പിച്ചിരുന്നില്ല. അച്ഛന് ഭയങ്കര ഞങ്ങൾ സിനിമാ താരങ്ങളൊന്നും അറിയില്ല. സാധാ അമ്മയാണ് ഞങ്ങൾ വളർത്തിയത്. അമ്മ ലൊക്കേഷനിലൊന്നും പോയില്ല. ആകെ ഷൂട്ടിംഗ് ഓർമ്മ പിൻഗാമിയുടെ ഫൈറ്റിൽ, എനിക്ക് പിൻഗാമിയുടെ ഫൈറ്റ് കാണുന്ന ഒരു കുട്ടികളുടെ ഓർമ്മ മാത്രമേ ഉള്ളൂ ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് മോഹൻലാലിന്റെ ഡ്യൂപ്പ് വീഴുമ്പോൾ, ചില്ല് പൊളിച്ച് വീഴുമ്പോൾ കൽക്കണ്ടമാണ് എറിയുന്നത്. ആ കൽക്കണ്ടത്തിന് ഓർമ്മയുണ്ട്. അത് മാത്രമേ ഓർമ്മ. പിന്നെ സിനിമ ഇല്ല, പിന്നെ സിനിമാക്കാരായിട്ടും പരിചയമില്ല. ഇന്നസെന്റുകൾ മാത്രമാണ് ആകെ പരിചയമുള്ള. വീട്ടിലേക്കും അങ്ങനെ വീട്ടിലല്ലോ വരുന്നത്, ആരും വരാറില്ല. സിനിമ താരങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് വരാറ് പോലില്ല. ഈ മോഹൻലാൽ, മമ്മൂട്ടി ആരെയും നമ്മൾ കണ്ടിട്ടില്ല. ലാൽ സാറിനൊന്നും വർക്ക് ചെയ്യുമ്പോഴേ പരിചയമുള്ളൂ. ആകെ വിനീതനെ ഞാൻ പരിചയപ്പെടുന്നത് 4 വർഷം മുമ്പാണ് പ്രോപ്പറായിട്ട്. ധ്യാനം ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ദുൽഖർ, ഷാനു ഇവരൊക്കെ ഞാൻ പരിചയപ്പെടുന്നത് ഷാനു ഷോർട്ട് റെഡി എന്ന് പറയാനായിട്ട് പോകുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ജോമോന്റെ സമയത്ത് ദുൽഖറിനെ, അതുപോലെ ജോമോന്റെ സമയത്ത്. അതെ. അപ്പോൾ അതിന്റെ മീറ്റ് ഒരു അച്ഛൻ കഥ പറയുമ്പോൾ ഹായ്, മകനാണെന്ന് പറയുമ്പോൾ ഹലോ ഹായ്, അത്രേ ഉള്ളൂ. അതിനു മുമ്പ് ഈ വിനീത് ഇവരൊന്നും ആയിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്തിട്ടില്ല. സിനിമയായിട്ട് കട്ട് ഓഫ് ആണല്ലോ അച്ഛൻ. അത് പർപ്പസ്ഫുള്ളി നമ്മള് അച്ഛന് യാതൊരു നമുക്ക് അങ്ങനെ സ്കില്ലുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രൂവ് ചെയ്യാൻ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങള് എഴുതുന്നില്ലായിരുന്നില്ല, അനുഭവം വരയ്ക്കുന്നല്ലാതെ ഒന്നുമില്ല, കഴിവൊന്നുമില്ല. ആഗ്രഹം മാത്രമാണ്. അത് ഒരിക്കലും നമുക്ക് സെൽഫ് അപ്രൂവിങ് അല്ലല്ലോ ഒരു. പക്ഷേ വിപ്രോ ഒക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് റിയൽ പാഷൻ ആണല്ലോ എന്ന് മനസ്സിലാവണം. പക്ഷെ അത് അച്ഛനോട് പറയാനുള്ള ധൈര്യമില്ല, അച്ഛൻ സമ്മതിക്കില്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തു, രണ്ടുപേരും തമ്മിൽ മാത്രം. അപ്പൊ നമ്മള് 10ാം ക്ലാസ് പരീക്ഷയിൽ പുക്കാർ എന്നൊരു പടം തിയേറ്ററിൽ കാണാൻ പോയി ഓർമ്മയുണ്ട്. പരീക്ഷയുടെ ടെൻഷൻ അടിച്ചിട്ട്, പക്ഷെ മാർക്ക് ഉണ്ടായിരുന്നു അതിന്. പക്ഷേ സിനിമയ്ക്ക് പോയാലോ എന്നിട്ട് നേരെ പുക്കാർ സിനിമ കാണാൻ പോകണം. അപ്പോൾ നമ്മളെ SLC പരീക്ഷയുടെ അന്ന് നമ്മൾ കാണുന്ന സിനിമയാണ്. അപ്പോൾ അത് അത്രയും ജെനുവിൻ ഇഷ്ടമാണെന്ന് മനസ്സിലാവാണ്. പിന്നെ അനൂപിന്റെ പോക്ക് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി. ഞാൻ അച്ഛനോട് പറഞ്ഞു ഇത് ആഗ്രഹമുണ്ട്, ട്രൈ ചെയ്യണമെന്നുണ്ടെന്ന് പറഞ്ഞു. അച്ഛനത് മനസ്സിലാക്കി സമ്മതിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഭാഗ്യത്തിന് എൻ്റെ കസിൻസ് ദീപു, ഷിബു രണ്ടുപേരും ആഡ്സ് ചെയ്യുന്നത് ഹൈ പ്രൊഫൈൽ ആഡ് ചെയ്യുന്നത് നാഷണലി എല്ലാം ബോംബെ ബേസ്ഡ് ആയിട്ടാണ്. അതെ അതെ, ബോംബെ. പിന്നെ എല്ലാം വിജയ്, മാധവൻ, വിദ്യാബാലൻ, ഞാനെല്ലാം ഒരുവിധം എല്ലാ നമ്മൾ കൊതിക്കുന്ന ബോളിവുഡ് കൂടി ഞാൻ DOP കൂടി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അവരെന്നെ കൂടെ കൂട്ടി. അത് ഭയങ്കര ഷൂട്ടിംഗ് സെറ്റുകൾ കാണുന്നു. അപ്പോഴേക്കാണ് ഷൂട്ടിംഗ് വൃത്തിക്ക് കാണുന്നത്. പിന്നെയാണ് അച്ഛൻ നീ വന്നോളാൻ പറഞ്ഞു. അന്ന് കഥ തുറന്നുള്ള സിനിമ ഷൂട്ടിംഗ് ആണ് അച്ഛൻ. അപ്പോൾ അതിന് വർക്ക് ചെയ്യണം. അത് വൻ ഷോക്കായിരുന്നു. എനിക്ക് ക്ലിനിക്കൽ ഡിപ്രഷൻ അടിച്ചു. ഞാൻ സീരിയസ്ലി ആന്റി ഡിപ്രസന്റ് കഴിച്ചിട്ടുണ്ട്. അത് അത്രയും ലൊക്കേഷൻ എനിക്ക് മനസ്സിലായി. ഞാൻ ലൊക്കേഷനിൽ എത്തിയ പോലെ വണ്ടി ഇറങ്ങി, ഇന്നോവ അന്ന് ടവേരയാണ്, അതിനകത്ത് നിന്ന് വണ്ടി ഇറങ്ങി ലൊക്കേഷൻ മനസ്സിലായി പണി പാളിന്ന് കേൾക്കും. അമ്മാതിരി വെയിലും ചൂടും. ഞാൻ വിപ്രവേശത്തിലാണ് ടക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്.
പിന്നെ ഏറ്റവും വലിയ കോംപ്ലക്സ് ഉള്ളത് ഞാൻ അച്ഛൻ്റെ ചീത്തപ്പേരുണ്ടാക്കുന്നു എന്നുള്ള സത്യം മനസ്സിനകത്ത് പതിഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്ന് എനിക്ക് ഒരിക്കലും ആ പടത്തിൽ നിന്ന് മോചനം കിട്ടിയില്ല. ഫുൾ ഷൂട്ടിംഗ് അറ്റൻഡ് ചെയ്തെങ്കിലും ലാസ്റ്റൊക്കെ എനിക്ക് കിളിപോയി. നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയി. എനിക്ക് ഓർമ്മയുണ്ട് മമത ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ, അല്ല മമത ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ക്ലാപ്പും പിടിച്ച് എന്തോ ഇരിക്കുകയാണ്. മമത അഖിൽ ആയി ഓക്കെ ചോദിച്ചു. ഞാൻ പണി പാളിയോ പുറത്ത് മനസ്സിലായി തുടങ്ങിയെന്നുള്ളതാണ്. പക്ഷെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു പോയി ആ സിനിമ. കാരണം നമുക്ക് ജോലിയും വിട്ടു. അനൂപ് അവിടെ ഒരു നമ്മൾ പറയാണല്ലോ കൂടെ കൂട്ടണം എന്ന് പറയാൻ പറ്റിയില്ല. അച്ഛനും ടെൻഷനായി. പിന്നെയാണ് അച്ഛൻ്റെ അച്ഛൻ നെക്സ്റ്റ് പടത്തിൽ എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഈ സിനിമയ്ക്കില്ല, ഞാൻ എന്തെങ്കിലും ഞാൻ IELTS കോഴ്സിനൊക്കെ പോയി എന്തെങ്കിലും ചെയ്യാം, പഠിക്കാം എന്നുള്ള. പക്ഷെ അച്ഛൻ പറഞ്ഞു നീ ഒരു പടം വർക്ക് ചെയ്യും എന്നിട്ട് പൊക്കോന്ന് പറഞ്ഞു. അതായത് ഇതുവരെ സിനിമയ്ക്ക് വരണ്ടെന്ന് പറഞ്ഞ ആൾ പറയുന്നത് ലാലാണ് അടുത്ത പടത്തിൽ. നീ ചുമ്മാ ലാലിൻ്റെ കൂടെ ഞാനൊരു ലാൽ വർക്ക് ചെയ്യുന്നൊക്കെ ആണ്, ചുമ്മാ ഒരു പടം വർക്ക് ചെയ്യുന്നു. അങ്ങനെ സ്നേഹവീട് എന്നുള്ള സിനിമ വർക്ക് ചെയ്യുന്നു. ആ സിനിമയിൽ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ പേടി പോയി. അതിനു മുമ്പ് എൻ്റെ കുറച്ച് ബെറ്ററായി സിറ്റുവേഷൻ. പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ധൈര്യമൊക്കെ വന്ന സമയമാണ്. അങ്ങനെ ആ ഷൂട്ടിങ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ധൈര്യം വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ആഡ്സും ഭയങ്കര ബാക്ക് ടു ബാക്ക് ബിസി ആയി. അപ്പോൾ അതും ഈ പണി നമുക്ക് ചെയ്യാൻ പറ്റുമോ, നല്ല അസിസ്റ്റന്റ് ആകാൻ പറ്റുമെന്ന് മനസ്സിലായി. ഡയറക്ഷൻ ചെയ്യാൻ പറ്റുന്ന അപ്പോഴും ഉറപ്പില്ല, പക്ഷെ നല്ല എയ്ഡ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഒരു ചെറിയ പ്രതീക്ഷ വന്നു. ഇന്ത്യൻ പ്രണയത കഴിഞ്ഞപ്പോൾ അത് കൂടി. ഇന്ത്യൻ പ്രണയതയിൽ ആക്ച്വലി അന്ന് അസോസിയേറ്റ് ചെയ്യുന്ന ശ്രീബാല കേമനാൻ പുള്ളിക്കാരിക്ക് പെട്ടെന്നൊരു അർജന്റായിട്ട് പോകേണ്ടി വന്നപ്പോൾ 10 ദിവസം ഞാനായിരുന്നു അസോസിയേറ്റ്. അന്നാണ് പടത്തിൻ്റെ മേജർ കുറേ സാരി ഷൂട്ടിങ് ഇൻക്ലൂഡിങ് ക്ലൈമാക്സും കുറേ കാര്യങ്ങൾ, ഇത്രയും ക്രൗഡും അത് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനും ഫുൾ നോക്കാൻ പറ്റി. അങ്ങനെ ഞാൻ എഡിറ്റിംഗ്, അതിൻ്റെ ടീസർ ഞാൻ ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യാൻ എഡിറ്റിംഗ് തുടങ്ങുന്നത്. അത് ഒന്ന് ഖസാക്കിൻ്റെ ഇതിഹാസം ഒരു ടീസർ ചെയ്ത് ഞാൻ അവിടെ മുതലൊരു ധൈര്യം വന്നതും പിന്നെ നല്ല എയ്ഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ പിന്നെ ഉറപ്പായി. പിന്നെ ഞാൻ തന്നെ ഇനീഷ്യേറ്റ് ചെയ്ത് ജോലി പഠിച്ചു തുടങ്ങി. അച്ഛനും അത്യാവശ്യം കംഫർട്ടായി. എനിക്കും അച്ഛൻ ഭയങ്കര നല്ല ഫ്രണ്ടാണ് നമ്മളെ. എനിക്കും അനൂപിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ലിസ്റ്റിൽ ഏറ്റവും എന്ന് വിളിക്കുന്ന ഒരാൾ അച്ഛനാണ്. അച്ഛനായിട്ടുള്ള ആ കംഫർട്ട് ലെവൽ ഭയങ്കരമായിട്ട് സിങ്കായി. പുള്ളി അച്ഛനോട് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും ഫാസ്റ്റായിട്ട് അത്രയും ക്ലാരിറ്റിയുള്ള ഡയറക്ടറാണ് പുള്ളി. ഫിലിം കാലത്ത് മുതൽ ഷൂട്ട് ചെയ്തുകൊണ്ടും ഓരോ ഷോട്ടും പുള്ളിക്ക് അത്രയും പ്രിസൈസാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്പീഡിൽ നിൽക്കാനുള്ള ഒരു സ്കില്ല് വേണം. അത് അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ കൂടെ ആ വേഗം എന്നുള്ള സാധനം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. എനിക്കിപ്പോഴും സ്പോട്ട് എഡിറ്റിംഗ് വേണ്ട ഷൂട്ട് ചെയ്യണം. എനിക്കിപ്പോൾ ഒരു ഇപ്പോൾ അപൂർവ എന്നോട് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് കോപ്പി ചെയ്യുന്ന പയ്യമുണ്ട്. ഈ പടത്തിന് ശരിക്കും സത്യസാറിൻ്റെ പടം പോലെയാണ്, കുറച്ച് ഹാർഡ് ഡിസ്ക് മതിയല്ലോ, ആവശ്യം മാത്രം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് സേവ് ചെയ്യുന്ന പൈസയും ആൾക്കാരുടെ അധ്വാനം എല്ലാം ഭയങ്കര ആർട്ടിസ്റ്റുകൾ കംഫർട്ടബിൾ ആവും. ആവശ്യം മാത്രമേ എടുക്കുന്നുള്ളൂ. അതെല്ലാം അവിടെ നിന്ന് പഠിച്ചാണ്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പ്രകാശ് എന്നുള്ള സിനിമ വന്നപ്പോൾ ഭയങ്കരമായിട്ട് നെക്സ്റ്റ് ലെവൽ ഷിഫ്റ്റ് സംഭവിച്ചു. ആ സിനിമയിൽ അച്ഛൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര കൊതിക്കുന്ന കോംബോ ആണ് സത്യനന്ദിക്കാട് ശ്രീനിവാസൻ. അപ്പോൾ അച്ഛൻ്റെ പടങ്ങൾക്ക് ആ സമയത്ത് എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ പൊതുവേ ഉണ്ടാവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് പുച്ഛിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഇത്. എനിക്ക് ഓർമ്മ ഇത് അനൗൺസ് ചെയ്തപ്പോൾ തുടങ്ങി വന്നല്ലോ ആ ഒരു ഒറ്റ കമന്റാണ് നമുക്ക് വാശി വരുന്നത്, ഈ പടം ഹിറ്റാക്കാന്നുള്ള വാശി വരുന്നത്. പിന്നെ ആ കോമ്പിനേഷൻ ഇനി വർക്കാവോ ഈ വയസ്സാങ്കാലത്ത് എന്തിനാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള സാധനം. അവർക്ക് അത്ര വയസ്സൊന്നുമില്ല. അപ്പോൾ ഫഹദ് എന്തിനാണ് ഇവരുടെ കൂടെ, അങ്ങനെയുള്ള കുറേ കമന്റാണ്. നമ്മൾ ഫസ്റ്റ് അച്ഛൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അനൗൺസ് ചെയ്യുമ്പോൾ താഴെ ഞാൻ ചെന്നൈയിൽ നിന്ന് വായിക്കുകയാണ്. അന്ന് വൈഫ് ഞാൻ അവിടെ വൈഫ് അവിടെ വർക്ക് ചെയ്യുന്നത്. ആ വാശിക്കകത്ത് നമ്മൾ ഒത്തൊരുമിച്ചുണ്ടാക്കിയ സിനിമയാണ് ഞാൻ പ്രകാശൻ. അത് പറയുമ്പോൾ അതിനകത്ത് എല്ലാ സെയിം പാക്കേജ് ഉണ്ടെങ്കിലും അതിനകത്തൊരു ഫ്രഷ്നെസ് ഫാക്ടർ ഉണ്ട്. ഞെട്ടിപ്പോകുന്ന രീതിയിൽ ഓഡിയൻസ് വന്ന സിനിമയാണ്. അപ്പോൾ അതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് അത്രയും സ്വന്തം പടം പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അച്ഛൻ അത്രയും ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഷാനു പോലും എനിക്ക് ട്രസ്റ്റ് നമുക്ക് ഡേറ്റ് തരാൻ തോന്നിയ ഒരു ഘടകം ആ പടമായിരിക്കും. മാത്രമല്ല സൗണ്ടിന്റെ കാര്യത്തിലൊക്കെ സൗണ്ടാണ് ആ സിനിമ. അച്ഛൻ ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ്. ഷാൻ റഹ്മാന്റെ മ്യൂസിക് ആണ്, പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. ഒരു പുതിയ അതിൽ കാസ്റ്റിംഗ് ചെയ്തതാണ്. എൻ്റെ പേര് എപ്പോഴും എൻ്റെ കാസ്റ്റിംഗ് കുറേ നമ്മൾ പുതിയ ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ട്. ദേവു അടക്കം കുറേ കുട്ടികൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അതെല്ലാം ഭയങ്കര ധൈര്യം തന്ന സിനിമയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ചെയ്യാം, സിനിമ ചെയ്യാൻ തോന്നുന്നില്ല. പക്ഷെ ഇൻഡിപെൻഡന്റ് ആകാം. അപ്പോൾ ആ സമയത്ത് നിവിൻ കാഷ്ലി വിളിക്കണം. നിവിൻ പൂളിയാണ് വിളിക്കുന്നത്. നമുക്കൊരു സിനിമ ആദ്യമായിട്ട് തന്നെ വിളിക്കുന്ന സ്റ്റാർ നിവിൻ. അതുകൊണ്ട് എനിക്ക് നിവിനോട് ഭയങ്കര കടപ്പാടുണ്ട്. നിവിനാണ് നമുക്കൊരു പടം ചെയ്യാം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് പറയുന്നത് അന്നത്തെ പ്ലാൻ വിനീത് ശ്രീനിവാസൻ എഴുതി അഖിൽ ഡയറക്ട് ചെയ്യുന്ന സിനിമ. അപ്പോൾ സത്യനന്ദിക്കാട് ശ്രീനിവാസൻ നിവിനാണ് അത് ഇനിഷ്യേറ്റ് ചെയ്തത്. പിന്നെ ആൻഡോ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ശരി ആലോചിക്കാം, അന്ന് നമുക്ക് വേറെ പണിയൊന്നുമില്ല. അങ്ങനെ വിനീത് അന്ന് ബാക്ക് ടു ബാക്ക് പടം AB എന്നൊക്കെ പറഞ്ഞ് കുറേ പടങ്ങൾ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. വിനീത് പറഞ്ഞത് കുറച്ച് ഇപ്പം ആക്ച്വലി എനിക്ക് സമയം കുറച്ച്, അത് സത്യമാണ്. ഞാൻ പക്ഷേ തീരെ ഫോഴ്സ് ചെയ്തില്ല. ഞാൻ വേണ്ട നമുക്ക്, ഞാൻ നിവിനെ വിളിച്ച് പറഞ്ഞു സംഭവം നടക്കുന്നില്ല, തിരക്കാണ്. അപ്പം നിവിനാണ് പറഞ്ഞത് അഖിൽ എന്തെങ്കിലും ആലോചിക്കണമെങ്കിൽ പറയൂ എന്നാണ്. അപ്പോൾ ആ വാക്കിൽ നിന്നാണ്
ഒരു കഥ ഉണ്ടാവുന്നത്. ആ കഥ പാച്ചുവല്ല, അതൊരു അച്ഛൻ്റെയും മകൻ്റെയും കഥയാണ്. അപ്പൊ അന്ന് എഴുതി വെച്ച എന്തെങ്കിലും ഡ്രാഫ്റ്റ് ഒന്നും ഉണ്ടായിരുന്നു? ഒന്നുമില്ല, എഴുത്തെല്ലാം ഫൈനൽ സ്റ്റേജ്, അന്ന് മനസ്സിലാത്ത മാത്രമാണ് നമുക്ക്. എനിക്ക് അപ്പൊ ഈ ഞാൻ പ്രകാശിന്റെ ഒക്കെ സമയത്ത് എന്റെ സിനിമ എന്നുള്ള ആലോചന വന്നിട്ട് ഒരു കഥ മനസ്സിലുണ്ടായിരുന്നു, ഒരൊറ്റ കഥ മനസ്സിലുണ്ടായിരുന്നു, ആ കഥ മാത്രമേ ഉള്ളൂ. ആ കഥയും വേറൊരു വേഗൊരു ഐഡിയ ഉണ്ടായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കഥ ഞാൻ ഇവനോട് പറഞ്ഞു, ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്, ആലോചിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഞാൻ ഫോൺ വഴി ഞാൻ നറേറ്റ് ചെയ്യുന്നത്. അപ്പം നീ പറഞ്ഞു ഇത് ആസ് എ പ്രേക്ഷകൻ ഞാൻ വീണ്ടും ഒരു സത്യനന്ദിക്കാടിൻ്റെ മകൻ വരുമ്പോൾ വീണ്ടും അച്ഛൻ മകൻ ഫാമിലി കഥ ആണല്ലോ, അതല്ലാത്തൊരു സാധനമാണ് ആസ് എ പ്രേക്ഷകൻ ഞാൻ നിവിൻ പൊളി എന്ന സാധനം ഒഴിച്ച് ആസ് എ പ്രേക്ഷകൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വേറൊരു ഐറ്റം ആണെന്നുള്ളതാണ്. അപ്പം നിവിൻ ഇംപ്രസ് ചെയ്യേണ്ട കഥയാണ് പാച്ചു. ഒറ്റ വരി കഥയാണ്. ബോംബെയിൽ വർക്ക് ചെയ്യുന്ന ഒരു മലയാളി നാട്ടിലേക്ക് വരുന്നു, തിരിച്ചു ഉള്ള യാത്രയിൽ, ട്രെയിൻ യാത്രയിൽ അയാൾക്ക് കൂടെ ഒരു പ്രായമുള്ളൊരു സ്ത്രീനെ കൂടെ കൊണ്ടുപോണ്ടി വരുന്നു. ആ സ്ത്രീ ബോംബെയിൽ ഇറങ്ങാതെ ഗോവയിൽ ചാടി ഇറങ്ങുന്നു, അവൻ അവിടെ പുറകെ കുടുങ്ങുന്നു, ഫൈനലി അവർ ചെയ്യാൻ വെച്ച കാര്യം അവൻ ചെയ്യുന്നു. ഈ ഒരു ലൈൻ, ഈ ഒറ്റ ലൈനിൽ നിവിൻ കൺവിൻസ്ഡ് ആയി ഇത് സെറ്റാണ്. അങ്ങനെയാണ് അത് എഴുതി തുടങ്ങുന്നത്. പക്ഷേ ഈ കഥ എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്തു. ഇത് ഈ ഒറ്റ വരി കഥയിൽ ഞാൻ അത് ബ്രാഞ്ച് ഔട്ട് ചെയ്തു. കഥ ഗോവയിലെന്ന് മനസ്സിലായപ്പോൾ അന്ന് എഴുത്ത് നിർത്തി ഞാൻ ഗോവയിൽ പോയി, സ്കൂട്ടർ എടുത്തിട്ട് ഗോവയിൽ പോയി. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ആൾക്കാർ ഉറപ്പായിട്ടും പറയും സ്ഥിരം ആവർത്തനം, അത് ടാഗാണ്. ഞാനും അനുബന്ധം ചെയ്താലും എനിക്കൊന്ന് പ്രായമുള്ള ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സോ ഒന്ന് ഇമോഷണലായിട്ട് സംസാരിച്ചാൽ തുടങ്ങി നന്മ. അതിന് വേറെ രീതിയിൽ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ നിങ്ങൾ എടുക്കുന്ന തുടർച്ച, കാരണം എനിക്കൊന്ന് കഴിഞ്ഞ 10 വർഷത്തെ സത്യനന്ദിക്കാട് സിനിമയായിരിക്കാം നിങ്ങളിലേക്ക് വരുന്ന റെഫറൻസ്. അച്ഛൻ്റെ ലാസ്റ്റ് 10 പടം ഒരു യങ് ക്യാരക്ടർ ജോലി കുറച്ച് ഉഴപ്പുള്ള കേട്ടാണെങ്കിൽ അത് ഞാൻ പ്രകാശം എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ എനിക്ക് പേടിയുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന്റെ പ്രിമൈസ് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കിയത് ടെംപ്ലേറ്റ് അച്ഛൻ്റെ തന്നെയാണ്. കാരണം ഇതിന്റെ കഥ പാച്ചു അച്ഛൻ്റെ ഒരു വിനോദയാത്ര മുതലുള്ള സാധനമായിട്ട്, പക്ഷെ എനിക്ക് ഈ പലതരത്തിലും, പക്ഷെ ആ ക്ലീഷേ വെച്ചിട്ട് ഈ പടത്തിന്റെ രസങ്ങൾ മിസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഉറപ്പാണ് ഈ പടം രസമായിരിക്കുന്നു, കാരണം ഇങ്ങനത്തെ ഒരാൾ കുടുങ്ങിയാൽ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ അയാൾ തുടക്കം നമുക്ക് ബോംബെ കാണിക്കാം. എനിക്ക് ബോംബെ ലൈഫ് ഭയങ്കര, ഞാൻ ആക്ച്വലി മിഡിൽ ക്ലാസ് ബോംബെ ലൈഫ് കണ്ടിട്ടുണ്ട്. അവിടെ ആഡ്സിനൊക്കെ വർക്ക് ചെയ്യും, ദിവസം അവിടെ താമസിക്കുമ്പോഴൊക്കെ അത് അവിടുത്തെ ലൈഫ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര, നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ അമ്മ ഞാൻ എത്തിയിട്ടോ ഒന്ന് മലയാളം കേൾക്കുമ്പോൾ തിരിഞ്ഞു നോക്കും, നമുക്കൊരു സാധാ ഒരു പെൺകുട്ടി മലയാളത്തിലും, അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ബോംബെ മലയാളികളുടെ ലൈഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, മിഡിൽ ക്ലാസ്. അത് ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് പാച്ചുവിൻ്റെ സെറ്റ് ചെയ്യാൻ, പ്രീമിയർ സെറ്റ് ചെയ്യാൻ. പിന്നെ നമുക്ക് കാണാത്തൊരു സ്ഥലം, നാടൊന്നുമല്ല, നമുക്ക് സ്ഥിരം ഗ്രാമം നന്മ എന്നുള്ള സാധനം, അതെല്ലാം പേടി ഈ സോഷ്യൽ കമ്പനികളാണ്, അത് പൊളിക്കാനാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പക്ഷേ ഗോവ എന്ന് ഫിക്സ് ചെയ്തതും പിന്നെ അവിടെ നമ്മളെ കൊണ്ടുപോകണം, നമ്മൾ ആ സ്ഥലം പോയി കണ്ടതും എനിക്ക് ഉറപ്പാണ് ഇതുവരെ ആരും കാണാത്ത ഗോവ ഈ സിനിമ കാണിക്കുന്നത്. ഇപ്പം ഞങ്ങൾ കുറേ പടത്തിൽ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഈ സിനിമ വേറെ കണ്ടിട്ടില്ല. ഇതിലെ മെയിൻ ത്രെഡ് നിങ്ങൾക്ക് വേറെ സിനിമ കാണാൻ പറ്റില്ല. ഇതിൽ ട്രിഗർ എലമെന്റ് സ്ത്രീ ഇറങ്ങുന്നത് നമ്മൾ ആലോചിക്കുകയാണ്, ഈ പടം വേറെ എവിടെ വന്നിട്ടുണ്ടോ, വേറെ വന്നിട്ടില്ല. അങ്ങനെ ഗോവയിൽ പോയപ്പോൾ ഭയങ്കരമായിട്ട് അകത്ത് അത് പോസ്ക്രിപ്റ്റ് അല്ലല്ലോ, അല്ല ഇതിനാലോചന ഉമ്മച്ചി ഗോവയിൽ ഇറങ്ങിയെന്നുള്ള വരെ എഴുതി കഴിഞ്ഞ് വൺ ലൈൻ ആയപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് മറ്റേ പോവാണ്, സ്കൂട്ടർ എടുത്തിട്ട് വൈഫ് എന്ന പൈസ കൊണ്ടാണ് പോകുന്നത്. അവിടെ പോയിട്ട് അവിടെയാണ് അപ്പോൾ വാസ്കോ എന്നുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നത്. ഓൾഡ് ഗോവ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് സിനിമകളിൽ, ഭയങ്കര രസമാണ് ഓൾഡ് ഗോവ ഷൂട്ട് ചെയ്യാൻ. എനിക്ക് ആദ്യം തീരുമാനിച്ചത് നമ്മൾ ബീച്ചും ഷാക്കും വേണ്ട തീരുമാനിച്ചു, സിനിമ പാർട്ടി ഗോവ വേണ്ട തീരുമാനിച്ചു. അപ്പോൾ പിന്നെയുള്ളത് ഓപ്ഷൻ നോക്കുമ്പോൾ ആര് പറഞ്ഞു വാസ്കോയിലേക്ക് പോകണ്ട, അവിടെ റിസ്ക് ആണോ എന്ന് പറഞ്ഞു. അവിടെ ഞാൻ ഫോണ്ടനാസ് എന്ന സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഒരു അപ്പം പറഞ്ഞാണ് നല്ല സ്ഥലമാണ്. ഞാൻ ചോദിച്ചു വേറെ ഏതൊക്കെ സ്ഥലമുണ്ട്, ഓൾഡ് ഗോവ പൊക്കോളും നല്ലതാണ്, വാസ്കോ പോകണ്ട റിസ്ക് ആണ്, കാരണം ലോട്ട് ഓഫ് ബാഡ് പീപ്പിൾ. അത് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ട്രിഗർ ചെയ്യണം. അപ്പം ഞാൻ നേരെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാണ്, പാച്ചു പോയ പോലെ. അപ്പോൾ അവിടെ പോയിട്ട് കാണുന്നത് കാഴ്ച വേറെയാണ്. അതായത് വളരെ റഷ്യൻ ഡ്രഗ് മാഫിയ, പല റോങ് റൂട്ടുള്ള സ്ഥലങ്ങളാണ്. എനിക്ക് വേണു സാറ് പറഞ്ഞൊരു വിഷ്വൽ ഓർമ്മയുണ്ട്. വേണു സാർ പറഞ്ഞ വേണു സാർ എന്നോട് പേഴ്സണലി പറഞ്ഞാണ്, എഴുതിയിട്ടില്ലെന്നാണ് പുള്ളി അതിനകത്ത്. പുള്ളി കണ്ട കാഴ്ച, പുള്ളി വാസ്കോയിലെ ബസ്സിൽ കൂടെ പോകുമ്പോൾ ഒരു തടിച്ചൊരാൾ ഷർട്ട് ഇടാതെ കയറ് കെട്ടിയിട്ട് 10 പേര് കൊണ്ടുപോവാണ് പോലീസുകാർ. കാരണം അയാൾ അറസ്റ്റ് ചെയ്യാവുന്ന പോലീസിനെ അയാൾ വെടിവെച്ചിരിക്കുക. അപ്പോൾ അയാളെ ഒരു മൃഗത്തിനെ പോലെ വലിച്ചടിച്ച് കൊണ്ടുപോവാണ്, ഒരു ഡ്രഗ് മാഫിയുടെ ആളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയാൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ കാണുന്ന കാഴ്ച, നമ്മൾ ഒരു ചേരി ഒക്കെ കണ്ടു ഭയങ്കരമായിട്ട്. അപ്പോൾ തീരെ ഗ്ലാമറസ് അല്ല. അപ്പോൾ ഇവിടെ ഒരു കഥ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. പാച്ചു ഇങ്ങോട്ടേക്ക് തന്നെ എങ്ങനെയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഒരു റീസൺ വേണമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഉമ്മച്ചി എന്തിനാ ഇറങ്ങണം, അങ്ങനെ പല പല ഓപ്ഷൻ ആലോചിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു റീസൺ ഉണ്ടായിരുന്നു. ഉമ്മച്ചി ഇറങ്ങുന്ന റീസൺ തീരെ ക്ലീഷയല്ലാത്ത വളരെ ഒരു റീസൺ, പക്ഷേ ആ റീസൺ സിനിമാറ്റിക് അല്ല, ഭയങ്കര ഒരു ഓക്കെ ലെവലിൽ അത് തിയേറ്ററിൽ പോകുന്നു. അപ്പോൾ അത് പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി ഗ്രിപ്പായിട്ടുള്ള സാധനം ആലോചിച്ചാണ് ഈ കുട്ടിയിലേക്ക് എത്തുന്നത്. അതെല്ലാം പിന്നെ തിരിച്ചു വരുമ്പോൾ എഴുതുമ്പോൾ അത് ഓർഗാനിക്കായിട്ട് സംഭവിക്കുകയാണ്.
എഴുത്ത് വീണ്ടും നാട്ടിലേക്ക് എത്തിയിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഗോവ ട്രിപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നോട്ട്സ് എല്ലാം എടുത്തിട്ട് പേരൊക്കെ ഞാൻ ഇപ്പോൾ ഇതിൽ കാണുന്ന എല്ലാ പേരും റിയൽ പേരുകളാണ്. വാസ്കോ, അസഗാവ് എന്നെല്ലാം പറഞ്ഞ റിയൽ സ്ഥലങ്ങളാണ്, റിയൽ ആൾക്കാരാണ്. അവിടെ വന്നിട്ട് പിന്നെ എഴുതുമ്പോൾ പക്ഷേ സംഭവിച്ചത് പാച്ചു എന്നുള്ള സാധനം നമ്മൾ പുറകെ പോകുമ്പോൾ ഒരു ഹംസധ്വനി എന്നുള്ളൊരു ഐറ്റം വരാണ്. അപ്പോൾ ഒരു XYZ ആക്സസ് ആണ്. ഇപ്പോൾ പാച്ചുവാണ് എൻ്റെ കോമൺ ബിന്ദു, നിധി, ഉമ്മച്ചി, ഹംസധ്വനി, ഈ 3 സ്ത്രീകളുടെ കഥയായിട്ട് മാറണം. അതെനിക്ക് പേഴ്സണലി ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അത് ഞാൻ ചുമ്മാ ഫേസ്ബുക്കിൽ പണ്ട് എഴുതാറുണ്ട് ഒരു തബ്യാസം പോലെ. അത് എനിക്ക് ഒന്നും അറിയാം, ചുമ്മാ ഒരു ഓർമ്മ വെച്ചിട്ട് എഴുതി തുടങ്ങണം. പക്ഷെ എഴുതി വരുമ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ മെമ്മറിയുടെ ഒരു ഒരു ആർക്ക് പോലെ ആവുന്നുണ്ട്, തുടങ്ങി ആളുകളുള്ള കഥകൾ. അതെ അതെ. അപ്പോൾ അതുപോലത്തെ ഒരു എലമെന്റ് ഇതിൽ വരാണ്. അപ്പോൾ എനിക്കിപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛൻ ഒരു റെസ്റ്റോറൻറ്റിൽ അച്ഛൻ ഭക്ഷണം കഴിക്കും. അപ്പോൾ അവിടുത്തെ ഒരു പ്രായമുള്ളൊരു മുതലാളിയാണ്. അയാൾ കാഷ്വലി സംസാരിച്ചിട്ട് വൈഫിനെന്തോ നിങ്ങളുടെ ഫാനാണ് സംസാരിച്ച് വൈഫിനെന്ന് വെച്ച് ഫോൺ കൊടുത്ത്. അപ്പോൾ മക്കളൊക്കെ ഉണ്ട്, മക്കളൊക്കെ ഇങ്ങനെ ഒരു മകളുണ്ട്, പുള്ളിക്കാരി പുറത്താണ്, സൗദിയിലെ മറ്റാണ്. മകൻ മിസ്സായി. അപ്പോൾ അച്ഛൻ ഷോക്കാണ്. അവൻ മെർച്ചൻ്റ് നേവിയിലായിരുന്നു. ഡക്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയായിട്ട് പെട്ടെന്ന് താഴെ വീണ് പോയി. പക്ഷെ നല്ല നീന്തുന്ന പയ്യനാണ്. പക്ഷെ ഇങ്ങനെ എവിടെ പോയാവും, ഇത് വളരെ കാഷ്വലായിട്ട് പറയാണ്. ഇത് നമ്മൾ സ്ട്രൈക്ക് ചെയ്യാണ്. അപ്പോൾ ഇതൊരു എലമെൻ്റ് ആണല്ലോ. അപ്പോൾ പാച്ചു പോകുന്ന ഇത് സീനൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും? അതുപോലെ മലയാള അറിയാത്തൊരു കുട്ടി ചീത്ത പറഞ്ഞാൽ കഴിയണ്ടോ, പട്ടി തിണ്ടി സെറ്റാകുന്നൊരു ഇത് പാച്ചുവിന് കേൾക്കാൻ പറ്റുമല്ലോ. അങ്ങനെ പല പല റാൻഡം ഡോട്ടുകളിൽ നിന്നാണ് ഈ സാധനം ഡോട്ട് ഫില്ല് ചെയ്യണം, സാധ്യത എഴുതി വന്നപ്പോൾ. പക്ഷേ എനിക്ക് ശ്യാം ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ശ്യാം എപ്പോഴും ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം കുറച്ചിട്ട്, ഇപ്പോൾ നമ്മൾ മഹേഷിലൊക്കെ ഒരു പയ്യൻ ഉണ്ടെങ്കിൽ മറ്റേ ചക്ക വീഴുന്ന പയ്യനെ തന്നെ പിന്നെയും കാണാം, റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ആ എലമെന്റ് ഇതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ പടങ്ങൾ ചെയ്യും, താറാവിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അയാൾക്ക് പിന്നെ അയാൾക്ക് ഡ്യൂട്ടിയും ടാസ്കും ഉണ്ടാവും. അപ്പോൾ സംഭവിക്കുന്നത് സ്ക്രീൻ പ്ലേയിൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു കംപ്ലീഷൻ വരും. ഒരു പടം സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നണമെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സിനും ചെറിയ കംപ്ലീഷൻ ആവശ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ രീതിയിൽ വന്ന ക്യാരക്ടറാണ് റിയാസ് എന്നുള്ള ക്യാരക്ടർ, വിനീത് ചെയ്ത ക്യാരക്ടർ. ചുമ്മാ നമുക്കൊരു ഒരു നെഗറ്റീവ് സാധനം വേണമല്ലോ എന്ന് ആലോചിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് എഴുതി നന്നായി പോയ ക്യാരക്ടറാണ് അയാൾ. നമുക്ക് തോന്നണം ഒരാൾ ഇങ്ങനെ ദുഷ്ടനാണ്ട ആവശ്യമില്ലല്ലോ, പക്ക ഗ്രേ ഷെയ്ഡ് എന്ന് നമ്മൾ പറയുമ്പോഴും അയാൾക്ക് നന്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ തീരെ പേടിക്കാതെ, എനിക്ക് ഉറപ്പാണ് അത് ക്രിഞ്ചായിരിക്കും എന്നൊക്കെ തോന്നിയിട്ടും പോലും എനിക്ക് എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സീനാണ് ഇതിൽ ഉമ്മച്ചിൻ വിനീതായിട്ട് സംസാരിക്കുന്ന സീൻ. അതുപോലെ ഹംസധ്വനി ബ്രദറിനെ പറ്റി പറഞ്ഞ സീൻ, അത് റിയൽ ലൈഫ് ഇൻസ്പിറേഷനാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്, ഈ സിനിമ എഴുതി കഴിഞ്ഞ് ഭയങ്കര ധൈര്യം വന്നു. നമ്മൾ വരച്ച് ഞാൻ പുലർച്ചെ 4 മണിക്കാണ് എഴുതി കഴിയുന്നത്. ഒരു ജൂലൈ 31 ചെറിയ സമയം കൊണ്ടാ അത് എഴുതാൻ ആക്ച്വലി സമയം എടുത്തില്ല ആക്ച്വലി. പക്ഷെ നമ്മൾ അത്രയും ഉരുകിയിട്ടുണ്ട്, അത്രയും കാലം മനസ്സിലത്ത് വെച്ചിട്ട്. ഞാൻ എപ്പോഴും പാനിയും പേപ്പർ വെച്ച് എഴുതാറ്, പിന്നെ അത് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ 2 ഡ്രാഫ്റ്റ് നടക്കും. അപ്പോൾ അങ്ങനെ പല ഇതിൽ എഴുതി കഴിഞ്ഞാൽ ഞാൻ നിവിനെന്തോ ഒന്ന് പെട്ടെന്ന് കുറേ തിരക്കുകൾ വന്നു, തുറമുഖമൊക്കെ ആയിട്ട് കുറേ ഷൂട്ടൊക്കെ ആയിട്ട്. നിവിന് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബിസി ആയിപ്പോയി. അത് ഒറ്റ ദിവസമാണ് ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി തിരക്കിലാണ് മനസ്സിലായി. ഞാൻ പിന്നെ ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് വിളിക്കാം, ആർട്ടിസ്റ്റിനെ വിളിക്കാൻ. കാരണം ഞാൻ ചെറുപ്പം മുതലേ ലാൻഡ് ഫോണിൽ സത്യസാറുണ്ടോ എന്നുള്ള വിളി നമ്മൾ ചെറുപ്പം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരാളെ വിളിക്കാൻ നമുക്കറിയാം എത്രത്തോളം ഒരു ഫോൺ കോൾ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഞാൻ മിനിമലാണ്. ഇപ്പോൾ ഫഹദിനായ പോലും ഞാൻ ഷൂട്ട് കഴിഞ്ഞാൽ തീരെ വിളിക്കാറില്ല. അതിൻ്റെ ഞങ്ങൾക്ക് ഒരു അങ്ങനെ അതിനപ്പുറത്തേക്ക് നമ്മളങ്ങനെ ഓവറായിട്ട് സൗഹൃദം കീപ്പ് ചെയ്യാറില്ല. ഒരു വൈഫൈ കണക്ഷനാണ് ഇപ്പോൾ ഉള്ളത്. അടുത്തുണ്ടെങ്കിൽ നല്ല സൗഹൃദമാണ്, പോയി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ഓഫ് ആണ്. അപ്പോൾ എനിക്ക് പിന്നെ ഇവനെ വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം നമുക്കറിയാം അയാൾ കുടുങ്ങിയിരിക്കുകയാണ്. പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്, ഇത് കഴിഞ്ഞു എന്നുള്ള സാധനം പറയുന്നുണ്ട്. ഞാൻ ഇവനെ കഥ പറയാൻ പോയിട്ടുണ്ട് ഈ പാച്ചിൻ്റെ ഇന്റർവ്യൂവിൽ വരെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് ഇവൻ ചെയ്യാം ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞാണ്. ഞാൻ ഇവനോട് പറഞ്ഞത് പാച്ചിൻ്റെ സീൻ പോലെ എനിക്കറിയില്ല, ഇന്റർവ്യൂവിൽ വരെ കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് നാർക്കോസ് എന്നുള്ള ഒരു സീരീസിലെ സീനാണ്. നമ്മളൊരാളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നതായിട്ട് പറഞ്ഞു, ഞാൻ നാർക്കോസ് എന്നുള്ള ഒരു സീരീസ് ഉണ്ട് ഇവനെ എന്ന് പറഞ്ഞു. ആണോ? അപ്പോൾ എനിക്ക് ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ ഒരു സീൻ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട്, നാർക്കോസിൽ പാബ്ലോ എസ്കോബാർ എല്ലാം അയാൾ കുടുങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവസാനം അയാൾ രക്ഷയില്ലാതെ ജീവൻ മാത്രം കൈപിടിച്ച് ഓടും. പോലീസും എല്ലാവരും അയാളെ തുരത്തുന്നു. ഒരു ഡ്രൈവർ പയ്യനുണ്ട്, അവനെയും കൊണ്ട് ഇയാൾ ഓടുകയാണ്. എന്നിട്ട് വണ്ടി ഓടിച്ച് പുറകിൽ പോലീസ് ചേസ്, ഇയാൾ അങ്ങോട്ട് പോകും. എന്നിട്ട് പെട്ടെന്ന് ഇയാൾ ഒരു വഴി തെറ്റിച്ചൊരു ഗ്രാമത്തിലേക്ക് പോവാണ്. പിന്നെ വിശാലമായ പാടത്തിൽ കൂടെ കാർ ഓടാണ്. പോലീസെല്ലാം മിസ്സായി പോയി. പിന്നെ ഡ്രൈവർ പയ്യൻ്റെ വ്യൂ പോയിന്റാണ് പിന്നുള്ള ഷോട്ട്സ് എല്ലാം. ഇയാളൊരു വീട്ടിലെത്തി. അപ്പോൾ ഒരു വളരെ പ്രായമുള്ളൊരു കൃഷിക്കാരൻ രാത്രി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എസ്കോബാറാണ് ഇറങ്ങുന്നത്, പാബ്ലോ ഇറങ്ങുന്നത്. അപ്പോൾ ഇയാൾ ഷോക്കായിട്ടൊന്ന് കാണും. അപ്പോൾ ഇയാൾ പറയണം എനിക്ക് ഇന്ന് രാത്രിയോടെ തങ്ങണം, വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറയും. അപ്പോൾ അയാൾ വയസ്സ് സംഭവിക്കും. പിന്നെ ഈ പയ്യനൊക്കെ ഇറങ്ങി വിശക്കുന്നുണ്ട്, രാത്രി ഭക്ഷണം വേണം. ഭക്ഷണം കൊടുത്തിട്ട് അപ്പോൾ നമ്മളെല്ലാം കാണുന്ന ആ പയ്യൻ്റെ ആംഗിളിലാണ്. ഇയാൾ കാമായിട്ടിരിക്കുന്നുണ്ട്, അപ്പൂപ്പൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ പേടിയൊന്നുമില്ല അയാൾക്ക്. അപ്പോൾ
ടി വിയിൽ ഇയാളെ കുറിച്ചുള്ള ഫ്ലാഷ് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അപ്പം പറയാണ് എനിക്ക് നാളെ 4:30 എഴുന്നേക്കണം, പാല് കറക്കാനുള്ളതാണ്, ഞാൻ ഉറങ്ങാണ്. അപ്പോൾ പാബ്ലോസ് കവർ ഗുഡ് നൈറ്റ് പാപ്പ പറയുന്നത് അത് അച്ഛനായിരുന്നു. അച്ഛനായിരുന്നു, അതെ. അപ്പോൾ ഇവൻ നെട്ടാണ് ഇത്ര നേരം സംബന്ധിച്ച് ഇയാൾ പോയത് സ്വന്തം വീട് എല്ലാം കഴിഞ്ഞ് ഇയാൾ ഓടിപ്പോയത് സ്വന്തം വീട്ടിലേക്കാണ്. അത് ആ മൊമെന്റിലും ഈ ബ്യൂട്ടി ഞാൻ അപ്പോൾ ഇത് പറഞ്ഞാണ് നിവിനെ നോക്കിയത്, നാർക്കോസ് ഫസ്റ്റ് ഹാഫ് നമ്മുടെ നമുക്കില്ല. പക്ഷേ ഇങ്ങനത്തെ മൊമെന്റുകൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ പാശുവിൽ അങ്ങനത്തെ കുറെ മൊമെന്റുകളുണ്ട് അതിൽ നിന്ന്. പക്ഷേ ഫൈനലി ഇപ്പോൾ ആൾക്കാർ എന്നെ വിളിക്കുമ്പോൾ ആൾക്കാർ പറയുന്ന ഡയലോഗുകൾ ഞാൻ ആക്ച്വലി എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തിട്ടുള്ള 2 സീനുകളാണ് ആൾക്കാർ പറയുന്നത്. അപ്പോൾ അതെനിക്ക് വരാണ്ട് സന്തോഷമുണ്ട്. നമ്മൾ ആലോചിച്ച് ഇമോഷണൽ ലോക്ക് നമ്മൾ അതെ ഈ രീതി ഇതായിരിക്കും ഇമോഷൻ വർക്ക് ആവുക, അത് കിട്ടിയില്ല എന്നുള്ള. അപ്പോൾ ഇമോഷൻ ഒരു പേടിയും കൂടെ ചെയ്യാൻ പാസ്വേഡ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. സാധാരണ ആൾക്കാർ ഇപ്പോൾ രോമാഞ്ചം അടക്കമുള്ള സിനിമകളെല്ലാം നല്ല സിനിമകളാണ്, എല്ലാം എനിക്ക് ഇഷ്ടമുള്ള സിനിമകളാണ്. പക്ഷേ അതിനകത്ത് എനിക്ക് തോന്നിയില്ല 1 മീറ്റർ മാത്രം തോന്നിയിട്ടുണ്ട് ഇതിനകത്ത്. കാരണം എത്രയോ ഫാമിലി പോലുള്ള ആൾക്കാർ, എനിക്ക് ഒരു 100 സോഷ്യൽ മീഡിയ പയ്യന്മാരെക്കാളും എനിക്ക് ഇഷ്ടം ഒരു 2 ലക്ഷം ഫാമിലീസ് തന്നെയാണ്. അവരെ ഇഷ്ടപ്പെടുത്തുന്നുള്ള ചെറിയ ടാസ്ക് അല്ല. അത്രയും മെജോറിറ്റി ഓഡിയൻസ് തന്നെ എന്ന് വെച്ചാൽ നമ്മളൊരു തട്ടിക്കൂട്ട് പൈങ്കിളി കഥയും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കും ഇഷ്ടമുള്ള അവർക്കും ഇഷ്ടമുള്ള സിനിമ ഉണ്ടാക്കാനാണ് ട്രൈ ചെയ്യുന്നത്. പാശുവിൽ അത് ആ സാധനം ചെയ്തിട്ടുണ്ട്. എനിക്ക് തിയേറ്റർ ഡിസൈൻ നമ്മൾ ഈ പറയുന്ന ഫാമിലി എന്ന് പറയുന്ന ഒരു വലിയ ക്രൗഡിന് വേണ്ടി. അതെ, പാശുവിൽ എനിക്കറിയാം, ഞാൻ കുറെ കൊമേഴ്സ്യൽ എലമെന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ ചിലർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ അത് എനിക്ക് ഓക്കെയാണ്, അവർക്ക് ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എനിക്കത്. കാരണം അതിനപ്പുറത്തേക്കുള്ള ആൾക്കാർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള എലമെന്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ അത്ര ഇത് സെയിം ടിപ്പിക്കലാണ് ഫീൽ കൊണ്ടെന്ന് പറഞ്ഞാലും എനിക്കറിയാം ഇതിനകത്തുള്ള ചേരി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. റിയൽ ലൈഫ് ചേരി ഞങ്ങൾ കണ്ട കാഴ്ച ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിനകത്തൊരു കുഞ്ഞ് ഷോട്ട് പോലും ആരും കാണാത്ത കാഴ്ച ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതൊന്നും പുറത്ത് വന്നിട്ട് ഇവർ ചുമ്മാ ഇവർ കണ്ടിട്ടില്ല, കാരണം കാണാൻ പറ്റില്ല. നമ്മളാണ് ആദ്യമായിട്ട് വാസ്കോയിൽ ശരി ഷൂട്ട് ചെയ്യുന്നത്. അവിടുത്തെ ലൈഫ് എലമെന്റ് ക്യാപ്ചർ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഇതൊന്നും ഒന്നും കാണാത്ത കാഴ്ചയാണ്. ഒരു പടത്തിന് 30% ഹിന്ദിയാണ്. ഇതൊന്നും മലയാളം കൊടുത്തിട്ട് പോലും അത് നമ്മൾ കടുപ്പായി. പക്ഷെ എനിക്കത് ഞാൻ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര റോങ് അടിച്ചു. ഒരു ഇമോഷണൽ സീനിൽ പെട്ടെന്ന് താഴെ ദൂരദർശനം പോലെ വരുന്നപ്പോൾ പെട്ടെന്ന് ശ്രദ്ധ പോയിട്ട് നമ്മൾ വലിച്ചതാണ്. ഈ സിനിമ OTT വരുമ്പോൾ അത് നമുക്ക് സബ്ടൈറ്റിലോട്ട് കാണാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഈ ഒരു ഫ്രെയിം ബ്യൂട്ടി മിസ്സാക്കാൻ തോന്നിയില്ല സബ്ടൈറ്റിൽ വെച്ചിട്ട്. ഞാൻ പറഞ്ഞ അപ്പോൾ അത്രയും പാട്ട് തുടങ്ങുന്ന ഒരു ഫുൾ ഹിന്ദി പാട്ടിലാണ് സിനിമ തുടങ്ങുന്നത്. അത് ആക്ച്വലി ഡോക്യുമെന്ററി. അത് ഞാൻ പറയാൻ ഞാൻ അതിനോട് ഓൾറെഡി പറഞ്ഞു. ഈ ചലത്തെ രഹോ എന്ന് പറയുന്ന ആ ട്രാക്കിൽ ശരിക്കൊരു ഡോക്യുമെന്ററി എന്നല്ല, നമ്മളിപ്പോൾ ഒരു ഹിന്ദിയിൽ കുറച്ചുകൂടി ഈ പറയുന്ന നെഗറ്റീവ് സെൻട്രിക് ആയിട്ടുള്ള സിനിമയൊക്കെ വരുന്ന സമയത്ത് കാണുന്ന പോലെയാണ്. പിന്നെ ആ പത്രം എണ്ണിയെടുക്കി പത്രം പിക്ക് ചെയ്തിട്ടിട്ട് ഒരു മലയാളം പത്രം ഇടുന്ന മൊമെന്റ് വരെ ശരിക്കൊരു സ്റ്റോറി സെറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഫഹദിന്റെ ഓപ്പണിംഗ് അല്ല. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ എൻറ്റയർ ഇമോഷൻ ഒരു പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു സോങ് ആയിട്ട് കൂടിയല്ലേ പ്ലേസ് ചെയ്തത്. അതിന്റെ ലിറിക്സ് പോലും ശരിക്കും അത് ഭാഷ അറിയുന്നവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലിറിക്സ് ആണ്. അത് പടത്തിന്റെ സോൾ ആ ലിറിക്സിനുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയത് ആ പാട്ടിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പടം ഇതല്ല കേട്ടോ, ഈ പടം വേറെയാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ പാട്ട്. തുടങ്ങുന്ന തന്നെ വേറെ മൂഡിലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എനിക്ക് തോന്നുന്നു നാട്ടിലുള്ള കുറച്ച് പോർഷൻസ് മാത്രമാണ് ആൾക്കാർ ഒരു ഹ്യൂമർ, പക്ഷെ എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അച്ഛൻ്റെ പാറ്റേൺ ഇഷ്ടമാണ്. ആ ഹ്യൂമർ എനിക്ക് തിയേറ്ററിൽ ഞാൻ ചിരി ഇന്നലെ കേട്ടു ലൈവായിട്ട്. അപ്പോൾ നമ്മൾ അത് സന്തോഷമാണ് അവസാനം വാക്കായി എന്നുള്ളതും ഒരു മിക്സ് പാക്കേജ് സിനിമയാണ്. ഫീൽ ഗുഡ് എന്ന് മാത്രമല്ല, ഇത് ആക്ച്വലി അച്ഛൻ്റെ എന്ന് പറയുന്ന സമയത്ത് അതിലെ അത് ക്ലീഷയാണെങ്കിൽ അല്ലെങ്കിലും അതിൽ ഏറ്റവും വർക്കാവുന്ന സംഗതികൾ അങ്ങനെ ഞാനൊരു സ്ട്രാറ്റജി കൂടിയാണ് അത്. അവിടുന്ന് അത് പിക്ക് ചെയ്യണം, തിയേറ്ററിൽ എങ്ങനെ ചിരി വരും എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് എടുക്കാം. പിന്നെ ഇത് വെച്ച് കെട്ടിയുള്ള ഹ്യൂമർ അല്ല. ഇതിൽ സംഭവിച്ചുള്ള ഒരു 40% കാര്യങ്ങളും എൻ്റെ ലൈഫിൽ എൻ്റെ ഫ്രണ്ട്സിന്റെ ഹ്യൂമർ ഉണ്ടോ. എനിക്ക് അങ്ങനെ ഹ്യൂമർ ആലോചിച്ച് എഴുതാനുള്ള ബുദ്ധിയില്ല. എൻ്റെ എല്ലാ ഹ്യൂമറുകളും വന്നിട്ടുള്ളത് നമ്മൾ കേട്ടും കണ്ടുള്ളതാണ്. ഇപ്പോൾ ഒരു മുള്ളു കൊടുക്കുന്നത് എൻ്റെ വൈഫിന്റെ തൊണ്ടയിലും കൂടിയ അതിലത്തെ ഒരു സീൻ മുള്ളൂടെ. അതെന്റെ വൈഫിന്റെ ഗ്രാൻഡ് മദറിനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു. പുള്ളിക്കാരി ICUലാണ്. വൈഫ് അവിടെ പോയിട്ട് അപ്പോൾ ബെറ്റർ ICU കുറച്ച് മാറ്റി ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ആരോ പറഞ്ഞു ഇവിടെ നല്ല കരിമീൻ ഉണ്ടെന്നുണ്ട് ക്യാൻറ്റീനിൽ. അപ്പോൾ വൈഫിന് ഭക്ഷണം ഇഷ്ടമാണ്. പുള്ളിക്കാരി താഴെ പോയി കരിമീൻ കഴിച്ചു. അതിന്റെ മുള്ള് തൊണ്ടയിൽ കൊടുങ്ങി. അവസാനം എൻഡോസ്കോപ്പി ചെയ്യേണ്ടി വന്നു. അപ്പോൾ അമ്മൂമ്മ നോർമൽ മുറിയിലേക്കും പുള്ളിക്കാരി എൻഡോസ്കോപ്പി മുറിയിലേക്ക്. അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്നുള്ളത് പാച്ച് ഷൂട്ടിംഗ് ഒക്കെ നിർത്തി എല്ലാം ഡിലേ ആയി ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് അമ്മ എനിക്ക് ഒരു അയല മീൻ തന്നു. അതിന്റെ മുള്ള എൻ്റെ തൊണ്ടയിൽ കുടുങ്ങി. ഞാൻ എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറെ അടുത്ത് തന്നത്. ആ ഡോക്ടറുടെ പേര് സിനിമയിലുണ്ട്, ഡോക്ടർ റാംമോഹൻ. ഇത് ഷൂട്ടിന് മുമ്പ് എഴുതി കഴിഞ്ഞിട്ട് അങ്ങനെ കുറെ റിയൽ സാധനങ്ങളുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബ്രദറാണ് പെണ്ണാണാൻ പോകുന്ന സമയത്ത് പുള്ളി ഫുൾ ടെൻഷനാണ്. കറക്റ്റ് സമയത്ത് മൂത്രമൊഴിക്കാൻ തോന്നിയിട്ട് ഒരു മതിൽ കണ്ട് മൂത്രമൊഴിച്ചത് കറക്റ്റ് പോകേണ്ട വീട്ടിന്റെ പെണ്ണിന്റെ അച്ഛൻ നോക്കി ഒരു തല മാത്രമേ കാണുന്നുള്ളൂ. മോനെ ഇതില് അയാൾ ഇങ്ങനെ ഇങ്ങോട്ട് വരാം, പക്ഷെ ഇവിടെ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം റിയൽ ലൈഫാണ്. അപ്പോൾ
അതുകൊണ്ട് റിയൽ ലൈഫ് കോമഡി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ക്ലാരിറ്റിയാണ്, ഇത് വർക്കാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മളത് കേട്ടോ വേറൊരാളോട് പറയുമ്പോഴോ ഒന്ന് ഒരു ടെസ്റ്റ് ഡോസ് ഒന്ന് നോക്കുമല്ലോ അതിന്റെ ചിരി വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി. സെയിം സാധനം തന്നെയാണ് ഇമോഷനിലും റിയൽ ലൈഫ് ഇമോഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഒരു റിയൽ ലൈഫ് സ്റ്റോറികൾ നമ്മള് സിനിമ അപ്പു എന്ന് പറയുന്നതും റിയൽ. അതെ അതെ, അത് കേട്ടുമ്പോൾ അത് ഭയങ്കര ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്നുള്ളത് അതെനിക്കിപ്പോഴും സർപ്രൈസ് ആണ്. ഇതെങ്ങനെ സംഭവിച്ചു? എൻ്റെ അച്ഛൻ്റെ പഴയ അസോസിയേറ്റ് രാജൻ ബാലകൃഷ്ണൻ സാറിന്റെ മകൻ, പുള്ളിയുടെ വൈഫ് ജയശ്രീ ചേച്ചി, അവർ ചെന്നൈയിലാണ്, ചെന്നൈ ബേസ് മലയാളീസാണ്. ഇപ്പോൾ ജയശ്രീ ചേച്ചി ഒരു ദിവസം രാത്രി ക്ലിനിക്കിൽ നിന്ന് വരുമ്പോൾ ഡോക്ടറാണ്, വരുന്ന സമയത്ത് ഒരു സ്കൂൾ യൂണിഫോം ഇട്ട ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഒരു പൂവായിട്ട് നിൽക്കുകയാണ്, പൂവിൻ്റെ പാത്രമായിട്ട്. രാത്രിയാണ്. അപ്പോൾ ആ സമയത്ത് ഇരുട്ടത്ത് യൂണിഫോമിൽ കുട്ടി കരഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ ഈ പൂ വാങ്ങിക്കാൻ പറ്റുമോ? 10 രൂപ മറ്റുള്ളൂ, ഇത് വാങ്ങിച്ചില്ലെങ്കിൽ അമ്മൂമ്മ എന്നെ വീട്ടിൽ കയറ്റില്ല എന്ന് പറയാം. അപ്പോൾ ഇവർക്ക് പൂജ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പൂ ആവശ്യമുണ്ട്. പക്ഷേ അന്ന് അവർക്ക് പാല് പോലെ പൂ വരുത്തുന്ന വേറെ ആൾക്കാരുണ്ട്. പക്ഷേ നെക്സ്റ്റ് ഡേ മുതൽ ഈ ചേച്ചി ഈ കുട്ടിയോട് വരാൻ പറയാം, ഇനി മുതൽ പൂ ഞാൻ വാങ്ങിക്കാം, നീ ഇനി വീട്ടിലേക്ക് വാ ക്ലാസ് കഴിഞ്ഞിട്ട്. അവിടെ മുതൽ ഈ കുട്ടീനെ ഈ ചേച്ചി പഠിപ്പിക്കുകയാണ്. കാരണം ഈ മനസ്സിലാണ് ഈ കുട്ടി വീട്ടിൽ ഭയങ്കര അമ്മാരുടെ കൂടെ പോയി അമ്മൂമ്മയെ നോക്കുന്ന, അമ്മൂമ്മ ഭയങ്കര റൂഡാണ്, കുടിക്കുന്ന അമ്മൂമ്മയാണ്. ചെന്നൈയിൽ അങ്ങനെയുണ്ട്, മദ്രാസിൽ അങ്ങനെയുണ്ട്. അപ്പോൾ ഈ കുട്ടിയുടെ ലൈഫ് സ്വിച്ച് പോലെ മാറാണ്. ഫൈനലി സംഭവിച്ചത് ഈ കുട്ടി വലിയ രീതിയിൽ നല്ല ഉന്നതമായ കോളേജിൽ പഠിച്ച് വലിയ ഡിഗ്രിയിലെടുത്ത് അവളുടെ കല്യാണത്തിന് കൈ പിടിച്ചു കൊടുത്തത് ഈ ചേച്ചിയാണ്. അപ്പോൾ ഇത് റിയാലിറ്റിയാണ്. ഞാൻ നോക്കുമ്പോൾ ഇത് തന്നെയാണ് എൻ്റെ കഥ. എഴുതി കഴിഞ്ഞ് PDF ആയിട്ട് സേവ് ചെയ്ത കഥ ഇപ്പോൾ ഞാൻ കേട്ടതാണ്. എനിക്കത് ഭയങ്കര. അപ്പോൾ ആൾക്കാരിപ്പോൾ ബേട്ടി ബച്ചാവോ ക്യാമ്പ് എന്ന് പറഞ്ഞില്ല, ഇത് എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. കാരണം എനിക്ക് ഏറ്റവും വലിയ അപ്രൂവലാണത്. ഞാൻ എഴുതിയ സാധനം പിന്നെ ഒരാളുടെ ലൈഫിലുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാരിറ്റി കൊണ്ട് നമുക്ക് വേറെ ഒന്നും ബാധിക്കില്ല. ഇത് പറയണം, അത് എത്തണം എന്നുള്ള മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അതിൽ പക്ഷേ എനിക്ക് ഏറ്റവും ഫഹദ് ഫാസിലും 3 സ്ത്രീകളും 3 പുതിയ സ്ത്രീകളും അങ്ങനെ ഒരു വേർഷൻ കൂടി ഫാസിലുണ്ട്. അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ആദ്യമായിട്ട് കാണുന്ന 3 സ്ത്രീകൾ പ്ലസ് ഫഹദ് ഫാസിൽ പ്ലസ് കുറേ രസമുള്ള കാഴ്ചകൾ, കുറേ കാണാത്ത സ്ഥലങ്ങൾ, വേറെ ഭാഷ, ഇതൊക്കെ ആയിരിക്കും പാച്ചുവിലേക്ക് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടാണെന്നറിയാം. ഫസ്റ്റ് ആദ്യ സിനിമ എടുക്കാൻ ശരിക്കും എനിക്ക് ഈസി ആയിട്ട് നാട്ടിലെ സിനിമ ഉണ്ടാക്കാം, ഷൂട്ട് ചെയ്യാൻ എളുപ്പമുള്ള സിനിമ ഉണ്ടാക്കാം. പക്ഷേ നമ്മളത് ട്രൈ ചെയ്യുന്നത് വേറൊരു എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ പറ്റും നോക്കാണ്. മ്യൂസിക് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം ഈ കാസ്റ്റിങ്ങിന്റെ കാര്യം തന്നെ പറഞ്ഞു. ഇപ്പം ഞാൻ പ്രകാശിന്റെ അടക്കം കാസ്റ്റിംഗിൽ അറിയാം. പക്ഷെ ഇതിൽ കാസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലും ഈ പറഞ്ഞ കുറെ അൺഡു ചെയ്യാം. ഫഹദ് ഉണ്ട്, നമ്മൾ അൽത്താഫിനെ വരെ എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഉമ്മച്ചി എന്ന് പറയുന്ന സമയത്ത് അഖില് വലിയ റിസർച്ച് അതിൽ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു എക്സിസ്റ്റിംഗ് ആക്ടേഴ്സ്, ലീഡിങ് ആക്ടേഴ്സ്, എന്നിട്ട് നേരത്തെ ഒരു തവണ പോലും ക്യാമറയ്ക്ക് മുന്നിൽ വരാത്ത ഒരാളിലെ ഓപ്ഷനിലേക്കാണ് എത്തുന്നത്. അതെനിക്ക് ഇപ്പോൾ ഞാൻ പ്രകാശിലും ദേവിക എന്നുള്ള കുട്ടി ആദ്യമായിട്ട് ക്യാമറ കാണാണ്. പക്ഷെ ആ കുട്ടി ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്യുന്ന ഞെട്ടിപ്പോകും. അവിടെ നമ്മൾ അതിൽ കുറേ ഞാൻ പ്രകാശിൽ ഓൾമോസ്റ്റ് 10ഓളം പേര് ആദ്യമായിട്ട് ക്യാമറ കാണുന്ന ആൾക്കാരാണ്. സിംഗ് സൗണ്ടിൽ ഈ പുതുമുഖങ്ങൾ സിംഗ് സൗണ്ട് എനിക്ക് കാണാൻ ഭയങ്കര രസമാണ്. കാരണം അവർക്ക് ഡബ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ആ നാച്ചുറൽ സാധനം ക്യാപ്ചർ ചെയ്യല്ലേ. അപ്പോൾ ഫഹദാണ് നമ്മൾ സിംഗ് സൗണ്ടിലേക്ക് കൊണ്ടുവന്നത്. തൊണ്ടിപോലെ ചെയ്താൽ അദർശൻ എന്നുള്ള ആളാണ്. അപ്പോൾ ആ സിംഗ് സൗണ്ടിന്റെ ഒരു ധൈര്യമാണ് ഇതിൽ കാസ്റ്റിംഗ് ട്രൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. പുതിയ ആൾക്കാർ അറിയാം ശബ്ദം സീൻ 1 മുതൽ നമ്മൾ കാണുന്ന ആദ്യത്തെ പയ്യൻ മുതൽ ഒരു കുഞ്ഞ് ബ്രീത്ത് പോലും റിയലാണ് ഒരാളുടെ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൽ ശരിക്കും കാസ്റ്റിംഗ് നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടുതലെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ഗായത്രി സ്മിത എന്ന പേരുള്ള പുള്ളിക്കാരി പ്രകാശിലൂടെ പരസ്യം കാസ്റ്റ് ചെയ്ത നാഷണൽ കാസ്റ്റിംഗ് പുള്ളിക്കാരൻ എനിക്കറിയാം, പുള്ളിക്കാരി സുഹൃത്താണ്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞ് മെയിനായിട്ട് ഈ 3 ക്യാരക്ടേഴ്സാണ് അവർ വേണം എന്ന് പറയണം. അപ്പോൾ ബാംഗ്ലൂർ സ്റ്റാർബക്സിലാണ് കഥ പറയുന്നത്. അപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മച്ചി ടഫാണ് നോക്കാം എന്ന് പറയുന്നെങ്കിലും ഇന്റർവെൽ പോയിന്റിലാണ് ഈ നിധി എന്നുള്ള ക്യാരക്ടർ വരുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞ പുള്ളിക്കാരി സ്റ്റോപ്പ്, ഐ ഗോട്ട് യു നിധി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോണിൽ ഫോട്ടോ കാണിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ ചിന്തിച്ച ആ ഫേസ് ധ്വനി എന്നുള്ള കുട്ടിയാണ്. ഇനി ബാക്കി പറഞ്ഞു ഒരാളെ കിട്ടി ബാക്കി. അത്രയും ബുദ്ധിയുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് നമുക്ക് ധൈര്യം. അപ്പോൾ അഞ്ജനയുടെ ക്യാരക്ടർ ഒരു 30ഓളം പേരെ നോക്കിയിട്ട് അതിസുന്ദരികളായിട്ടുള്ള ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ലാതെ പെർഫോമൻസ് അഞ്ജലി ഗ്ലാമറിലല്ല പറയുന്നത്, പെർഫോമൻസ് നോക്കിയിട്ട് ഈ സീനിൽ മാത്രം തടഞ്ഞു നിൽക്കും എല്ലാവരും. ചിലർ അസലായിട്ട് ചെയ്തവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇമോഷണൽ സീൻ വർക്ക് ആവുന്നില്ല. ഈ ഒരു 4 minutes ടോക്കി സീൻ ഉണ്ട്, വെറും സിമ്പിൾ ടോക്കാണ്, പക്ഷെ അതിനകത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ അത് അഞ്ജനയ്ക്ക് മാത്രമേ അത് ഗായത്രി സ്മിത തന്നതാണ് അഞ്ജനാന്. അപ്പോൾ അതുപോലെ ഇത് മാത്രം വയസ്സായ ഉമ്മച്ചി മാത്രം കിട്ടുന്നില്ല. 71 വയസ്സുള്ള ഹിന്ദിയും ഇംഗ്ലീഷും മലയാളം പറയുന്ന സ്മാർട്ടായിട്ടുള്ള നഫീസ് അലീനെ പോലെയുള്ള ഒരാളെ വേണം എന്നാണ് ബ്രീഫ്. അന്ന് കാസ്റ്റിംഗ് കോൾ ഇട്ടിരുന്നില്ല ഞാൻ, അത് കാരണം കുറച്ചുകൂടി പേഴ്സണൽ ആയിട്ട് പോയതാണ്. അപ്പോൾ സ്മിത ചെയ്ത് അത് എക്സ്ട്രീംലി പ്രൊഫഷണൽ ആക്കി. സ്മിത ചെയ്തത് 3 സിറ്റികളിൽ സ്മിത സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്തു, ഹയർ ചെയ്തു.
ബോംബെ, പൂനെ, ഡൽഹി, അവിടുത്തെ മലയാളീസിനെ അന്വേഷിച്ചു. എന്നിട്ട് അവരെയൊക്കെ വെച്ച് ഓഡിഷൻ ചെയ്തു. അപ്പോൾ അതിനകത്ത് നമുക്ക് ആരും വർക്കായില്ല. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു ഫേസ്ബുക്ക് ലിങ്ക് അയക്കുകയാണ് സ്മിത. ഒരാളുണ്ട്, പക്ഷേ അയാൾ വൻ ബിസി ആയിട്ടുള്ള ഒരാളാണ്, ഒരു NGOയുടെ ഹെഡാണ്, പക്ഷെ ഒന്ന് അഖിൽ പോയി കാണൂ എന്ന് പറഞ്ഞു. കാരണം അവർ സമ്മതിച്ചിട്ടൊന്നുമില്ല, ഒന്ന് പോയി മീറ്റ് ചെയ്യാൻ പറഞ്ഞു. അതാണ് വിജി വെങ്കടേഷ് എന്നുള്ള സ്ത്രീ. പുള്ളിക്കാരി സൽമാൻ ഖാന്റെ ക്ലോസ് ഫാമിലി മെമ്പർ, ഒരു ക്ലോസ് ഫാമിലി, ബീങ് ഹ്യൂമൻ എന്നുള്ള ബ്രാൻഡ് ഉണ്ടാക്കിയത് ഒരു മെമ്പറാണ് പുള്ളിക്കാരി. അത് സൗത്ത് ഏഷ്യ ഹെഡാണ്, പാകിസ്ഥാൻ അടക്കം പോകുന്ന ഒരു NGOയിലത്തെ ഹെഡാണ്. അപ്പോൾ അവരെ മീറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അവരെ മീറ്റ് ചെയ്ത് ബോംബെയിൽ കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്യുന്നത്. അത് ഭയങ്കര, ഇവർ വരുമ്പോൾ തന്നെ ഒരു എനർജിയാണ്, അത്രയും സൗന്ദര്യമുള്ള, അത്രയും സ്നേഹമുള്ള സ്ത്രീയാണ്. അപ്പോൾ അവർ വന്ന് എല്ലാം കഴിഞ്ഞ് അവർ പറയുന്നുണ്ട്, എനിക്ക് ഐ എം ഡൂയിങ് എ ഫുൾ ടൈം ജോബ്, എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ പുൾ ദിസ് ഓഫ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കഥ ഞാൻ പറഞ്ഞു, കഥ പറഞ്ഞപ്പോൾ ഇവർ കരഞ്ഞു. അത് തന്നെയാണ് ഏറ്റവും വലിയ അപ്രൂവൽ. കാരണം ഒരാൾക്കത് ഫീൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അത് ഇമോട്ട് ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾ നല്ല സ്മാർട്ടാണ്, നല്ല ചിരിച്ച് സംസാരിക്കുന്ന ധൈര്യമുണ്ട്. കാരണം എത്രയോ സ്റ്റേജുകളിൽ കയറി സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അതൊരു ഫാക്ടറാണ്, ഇൻഹിബിഷൻ ഇല്ല. ഈ 2 ഫാക്ടറാണ് അവരെ കാസ്റ്റ് ചെയ്യാൻ തയ്യാറായത്. അപ്പോൾ അവർക്ക് മലയാളം അറിയില്ല, മലയാളം മറന്നുപോയി. നമുക്ക് സിംഗ് സൗണ്ടാണ്, സ്വന്തം ശബ്ദം വേണം. അതിനൊരു രാജി എന്നുള്ളൊരു മലയാളം ടീച്ചറെ ബോംബെയിൽ കണ്ടുപിടിച്ച് അവരെ കൊണ്ട് പഠിപ്പിക്കുകയാണ് മലയാളം. അപ്പോൾ വിജി മാം പറയുന്ന മലയാളം എന്നുള്ളത് ഹിന്ദി ട്യൂണാണ്. മലയാളം പറയുന്നുണ്ട്, പക്ഷെ എല്ലാം ഹിന്ദി ട്യൂണിലാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചെയ്തത് ഫുൾ പടത്തിലെ ഡയലോഗ് എൻ്റെ വോയിസ് നോട്ടിൽ നമ്മുടെ മലയാളം എക്സ്പ്രഷനിൽ നമ്മൾ പറഞ്ഞു. അത് എന്നും അവരത്രയും റിലീജിയസ് ആയിട്ട് അത് കേട്ടു. ഓൾമോസ്റ്റ് പടം നീണ്ടുപോയ ഒരു ഗുണം എന്നുള്ളത് 2 വർഷം അവർ എന്നും രാവിലെ നടക്കാൻ പോകുമ്പോൾ കേൾക്കുന്നത് എൻ്റെ ശബ്ദമാണ്. അതുകൊണ്ട് ആക്ഷൻ പറഞ്ഞാൽ ഞാൻ കേൾക്കുന്നത് ഞാൻ പറഞ്ഞ സാധനത്തിൻ്റെ ഫീമെയിൽ വേർഷനാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനത്തെ ഒരു വലിയ എഫേർട്ട് പുള്ളിക്കാർ എടുത്തുന്നുള്ളത്, ഈ പ്രായത്തിൽ അവർ അത് എടുത്തു എന്നുള്ളത് ഭയങ്കര സർപ്രൈസിങ് ആണ്. നമുക്ക് പേഴ്സണലി എനിക്ക് എപ്പോഴും ഒരു പുതിയ ആൾ അഭിനയിക്കുമ്പോൾ ആ ക്യാരക്ടറിനെ, ഇപ്പോൾ ഹംസധ്വനി എന്നുള്ള ഒരു ഡോർ തുറന്നാണ് വരുന്നത്. അതിപ്പോൾ ഒരു കീർത്തി സുരേഷോ അല്ലെങ്കിൽ അറിയുന്ന ഒരാൾ വന്നാൽ കീർത്തി വന്നല്ലോ എന്ന് തോന്നും. അതല്ലാതെ പെട്ടെന്ന് ഇതാരാണ്, അപ്പൊ അവരെ അതായിട്ട് തന്നെ കാണുന്നത്. അത് ഹെൽപ്പ് ചെയ്യും നമ്മളെ. ഫഹദിനെ പോലെ സ്റ്റാർ ഇപ്പുറത്തുള്ളപ്പോൾ നമുക്ക് അത് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അത് അപ്പോൾ കാസ്റ്റിംഗ് നല്ലോണം എഫർട്ട് എടുത്തുള്ളതാണ് കാസ്റ്റിംഗ്. കുറേ സ്റ്റേജ് ആക്ടേഴ്സ് വന്നിട്ടുണ്ട്. മോഹൻ ആകാശെ പോലെയുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള, ഗാന്ധിയിലൊക്കെ അഭിനയിച്ച, ഛായാകഥ എന്ന് പറയുന്നത് അന്ധാധുനിലൊക്കെ അഭിനയിച്ചുള്ള ഛായാകഥ വന്നിട്ടുണ്ട്. കുറേ ഡൽഹി സ്റ്റേജ് ആക്ടേഴ്സും, മെയിനായിട്ട് വില്ലൻ പീയൂഷ് എന്നുള്ള ആൾ ഡൽഹിയിലത്തെ ഫേമസ് സ്റ്റേജ് ആക്ടറാണ്. അവരൊക്കെ ഇതിനകത്ത്, ഇതൊക്കെ നമ്മളൊരു ഡോക്യുമെൻ്ററി കണക്ഷൻ വഴി കിട്ടുന്നതാണ്. കാരണം ഞാൻ ഇതൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് ഇവരൊക്കെ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇതിപ്പോൾ ഇപ്പം ഗോവയുണ്ട്, മുംബൈ ഉണ്ട് പ്രധാനപ്പെട്ട. പക്ഷേ ഇതിൻ്റെ ഒരു ടെക്നീഷ്യൻ്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ രാജീവിനെ പിക്ക് ചെയ്യുന്നു, ശ്യാം കൗശലുണ്ട്, ഇവിടുന്ന് ഉത്തരയുണ്ട്. ഇവരെല്ലാം ഇതിലേക്ക് ആലോചിച്ചത് ഇതിങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലൊരു ബഹുഭാഷാ സ്വഭാവത്തിലേക്ക് പോയത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി കേരളത്തിൽ ചെയ്യുന്നൊരു സിനിമയായിരുന്നെങ്കിലും ഈ പിക്ക് ചെയ്യാൻ സാധ്യതയില്ല ഇവർ ഈ രീതിയിലുള്ള ആളുകളായിരുന്നു? ഈ നല്ല ടെക്നീഷ്യന്മാരോട് എനിക്ക് എപ്പോഴും ഭയങ്കര ഞാൻ എപ്പോഴും പണ്ടും ട്രെയിലേഴ്സൊക്കെ ഉണ്ട്, ഞാൻ നേരെ ലാസ്റ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്യും, പോസ് ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ വായിക്കും, ആരാണ് DOP, ആരാണ് ആർട്ട്. ഇപ്പോൾ രാജീവൻ എന്നുള്ള പേരൊക്കെ ഞാൻ കോളേജിൽ കാക്ക കാണുമ്പോൾ കണ്ടിട്ടുള്ള രാജീവൻ്റെ ഒക്കെ ഭയങ്കര നമുക്കൊന്നും കിട്ടാത്ത ഒരാളായിരിക്കാം. കാരണം എല്ലാം നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ വിജയ് സൂര്യ പടങ്ങളും, ഗൗതമനോടും ഹിന്ദിയിൽ ഡേവിഡൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നും നമുക്ക് പ്രാപ്യമല്ല. അപ്പോൾ പക്ഷേ ഈ സിനിമയ്ക്ക് അതിൻ്റെ ഒരു സ്കെയിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിനാദ്യം വെച്ചത് പ്രശാന്ത് മാധവൻ എന്നുള്ള ആർട്ടായിരുന്നു. പുള്ളി വേറെ ക്ലാഷ് ആയിട്ട് പോയപ്പോൾ പുള്ളി കുറച്ചുകൂടി സ്കെയിൽ അപ്പ് ആയിട്ട് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളത് നമുക്ക് ധൈര്യം കൈ വീശി പോവാണ്. ഇപ്പൊ കെ മോനസാണ് കാണാൻ പോകുന്നത്. ആദ്യം കെ മോനസാണ് ശരണിന് മുമ്പ് കൈ വീശി പുള്ളി പറഞ്ഞാണ് ഇങ്ങോട്ട് വരല്ല, എനിക്ക് ഡേറ്റ് ഇല്ല. പക്ഷെ നമ്മൾ ധൈര്യമായിട്ട് പോവാണ്. അപ്പൊ പോയിട്ട് പുള്ളി കഥ കേട്ട് ഞാൻ നോ പറയില്ല, ഞാൻ ആലോചിക്കാം. അപ്പൊ അത് ഭയങ്കര ധൈര്യമാണ്. ഫൈനലി ശരൺ ആക്ച്വലി ശരണിന്റെ പുതിയ ആളാണ്. പക്ഷെ ശരൺ ഒരു ഡോക്യുമെന്ററി ആയിട്ടുണ്ട്, അതെനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും. നിങ്ങളുടെ ഒരു ബോണ്ടിങ് പോസിബിൾ ആവും. അമ്പിളിയിലത്തെ വർക്ക് എനിക്ക് ഇഷ്ടമാണ്. അമ്പിളിയിൽ അപ്പോൾ ഞാൻ പക്ഷേ അമ്പിളി പോലും അല്ല ഇതിൻ്റെ കാരണം. ഞാൻ ശരണിൻ്റെ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ അവിടെ ഷൈജു ഖാലിദാണ് പറഞ്ഞത് ഇങ്ങനെ ഒരാളുണ്ട്. ഞാൻ ആക്ച്വലി ഷൈജു ഖാലിദിൻ്റെ അടുത്ത് പോയതാണ് ഫഹദ് പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു എനിക്ക് പുള്ളി എന്തോ തിരക്കിലാണ്, മറ്റേ നായാട്ട് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ സമീർക്ക് ഇരിക്കുന്നത്, സമീർ താഹിറുണ്ട്, 2 മെയിൻ DOPs ഇരിക്കുക. എന്താണ് അവിടെ നമ്മൾ സംസാരിച്ചിട്ട് സമീർക്ക് എനിക്ക് ആഡ്സ് വർക്ക് പരിചയമുണ്ട്. ഈ 2 പേരും ഒരേ സ്ഥലത്തെ പറഞ്ഞ പേര് ശരൺ എന്നുള്ള പേരാണ്. അപ്പം ഞെട്ടിപ്പോയത് ഞാൻ അതിനു മുമ്പ് ലോക്ക് ചെയ്തിട്ടുള്ള പുതുമുഖങ്ങളുടെ പേരിൽ ഒരാൾ ശരണാണ്. ശരണിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ശരൺ ചെയ്തിട്ടുള്ള ഇൻഡി ഫിലിംസിൻ്റെ ലിങ്ക് ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് കണക്ട് ആയി. കാരണം എല്ലാം ചെറിയ ലോ ലൈറ്റിലൊക്കെ ഷൂട്ട് ചെയ്തു, പക്ഷേ അതിഭീകര ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശരൺ, അപ്പോൾ ഞാനും ശരണം മാത്രം നാട്ടിൽ നിന്നുള്ളൂ, പിന്നെ ആരുമില്ല. പിന്നെ സൗണ്ട് അനിൽ, പുള്ളി ബോളിവുഡിലൊക്കെ മുട്ടാ പച്ച പോലുള്ള ഫേമസ് അനിൽ. എനിക്ക് ഈ പടത്തിലെ ഏറ്റവും കൂടുതൽ നന്ദിയുള്ളതും കാരണം അത്രയും ഇതിനെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഷൂട്ടിനുണ്ടല്ലോ സാധാരണ സൗണ്ട് ഡിസൈൻ എന്നുള്ള പോസ്റ്റ് ഷൂട്ടാണ്, പക്ഷേ അതിൽ ഷൂട്ട് സമയത്തുണ്ട് സിംഗ് സൗണ്ടായിട്ട് ചെയ്യില്ലായിരിക്കും. അത്രയും ക്ലാരിറ്റി ശരിക്കും ഭയങ്കര
എല്ലാവരും ഡബിങ് ആണ് ബുദ്ധിമുട്ട് ഏറ്റവും ബുദ്ധിമുട്ട് സിംഗ് സൗണ്ട് ആണ്. അത് ചെയ്യണമെങ്കിൽ അത്രയും പിന്നെ പ്രത്യേകിച്ച് നിങ്ങളൊരു ഔട്ട്ഡോർ സ്പേസ് പ്രത്യേകിച്ച് കുറേ സ്ഥലത്ത് അത് പ്രാക്ടിക്കലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് തമിഴിലൊന്നും ചെയ്യാറ് പോലും ഇല്ല, തെലുങ്കിൽ ചെയ്യാറില്ല, ഹിന്ദിയിലും ഇപ്പം മലയാളത്തിലാണ് കുറച്ച് ട്രൈ ചെയ്യുന്നത്, മറാഠി ചെയ്യാറുണ്ട്. ഇത് ഒരു ചേരി ഷൂട്ടിങ്ങിൽ ആ ചേരി മൊത്തം ലോക്ക് ചെയ്ത് ദൂരെ എന്തെങ്കിലും അതിനുവേണ്ടി ഒരു ക്രൂ വരണം. ഇത് ചെയ്യുന്ന ആളുടെ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ അനിൽ FT എന്നാണ് വരുന്നത്. അനിൽ ഉഡ്താ പഞ്ചാബൊക്കെ ഞാൻ കണ്ട് ഞെട്ടിയിട്ടുണ്ട് അതിന്റെ സൗണ്ട് ഡിസൈൻ കണ്ടിട്ട്. മിക്സ് സീനോയ് ജോസഫ് ആണ്, പീക്കു പോലുള്ള സിനിമ മിക്സ്. അപ്പോൾ ഗാങ്സ് ഓഫ് വാസപ്പൂരിന്റെ നാഷണൽ ആണ് സിനോയ്ക്ക്. അപ്പോൾ ഇവരുടെ സൗണ്ട് ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ള സ്കെയിൽ പാച്ചുവില് അത് എനിക്ക് ഉറപ്പാണ് മലയാളത്തിലെ ക്വാളിറ്റി വൈസ് സൗണ്ടിൽ ഇത്രയും ക്വാളിറ്റി ഫുൾ ഓഫ് സിനിമ ഈ വർഷം ചില പാച്ചുമായിരിക്കും. അത്ര എഫേർട്ട് ഞാൻ കണ്ടതാണ്. പിന്നെ എളുപ്പമല്ല, എനിക്ക് പോലും ഇങ്ങനത്തെ സിനിമ എപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം അത്രയും നമ്മൾ എഫേർട്ട് എടുക്കും. ബോംബെയിലത്തെ റിയൽ ചേരികളും ഗോവയിലത്തെ സ്ലമ്മും റിയൽ പഞ്ചിം സിറ്റിയും നാട്ടിലെ സീനുകളും എല്ലാം റിയൽ ട്രെയിനാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ട്രെയിനിന്റെ മൊത്തം എക്സ്പെൻസ് മാത്രം 1 കോടി രൂപ താഴെയാണ്, 1 CR താഴെയാണ് ട്രെയിന് മാത്രം കൊടുത്തിട്ടുള്ള പൈസ. കാരണം ഒരു ട്രെയിൻ പോകുമ്പോൾ നമ്മൾ അതിനപ്പുറത്തുള്ള 2 സ്റ്റേഷന് വാടക എടുക്കണം. അപ്പൊ അത്രയും എമൗണ്ടും എല്ലാം ഇതെല്ലാം ട്രിക്കിയാണ്. ഇതെല്ലാം നമുക്ക് ഇത്രയും അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് സമയബന്ധിതമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് ഈ സിനിമയിൽ ട്രെയിൻ ഒരു ക്യാരക്ടറാണ്. നമുക്ക് അപ്പോൾ സേതുവേട്ടനാണ് എൻ്റെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന സേതുവേട്ടനാണ് പ്രൊഡ്യൂസർ. പുള്ളി നമ്മുടെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ 3 വർഷം ഈ പടം നിന്നിട്ട് ഒരു കോള് പോലും പുള്ളി എന്നോട് ചോദിച്ചിട്ടില്ല. ഇത്രയും പൈസ എയറിലാണ് നമ്മൾ ആദ്യം ട്രെയിൻ സെറ്റ് ഇട്ടു ഹൈദരാബാദിൽ. ആ സെറ്റ് ചീത്തയായി പോയി, കോവിഡ് സമയത്ത് ചീത്തയായി പോയി. ആദ്യം സെറ്റിലായിരുന്നു സെറ്റിലിരുന്നു. അത് രാജീവേട്ട അതിമനോഹര സെറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പകുതി പണി തുടങ്ങിയപ്പോഴേക്കും കോവിഡിൽ ചീത്തയായി പോയി. ഇത്രയൊക്കെ സമയത്ത് പുള്ളി ഒരു പോയിന്റ് പോലും നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടില്ല. ആ ട്രസ്റ്റാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈ പാച്ചുണ്ടാവാനുള്ള കാരണം. അത് കഴിഞ്ഞിട്ട് ഇത്രയും ടെക്നീഷ്യന്മാരെ കൊണ്ടുവരുമ്പോൾ ഇവരെല്ലാവരും എനിക്ക് തന്നെ ഭയങ്കര, കാരണം 6 ഷെഡ്യൂളാണ് പടം തീർന്നത്, ഒരു 3 വർഷമാണ്. പക്ഷെ ഈ സിനിമ കഴിയുമ്പോൾ എല്ലാവരും കൂടി തുടങ്ങിയ അതേ ടീം കൂടി ഉണ്ടായിരുന്നു. അവര് ഇത്രയും ആൾക്കാരെ ട്രസ്റ്റ് ചെയ്ത് കൂടുക എന്നുള്ളതിനായിട്ടും അതിന് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഈ സിനിമ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഈ സിനിമ എനിക്കും അനിലിനും 3 പേർക്ക് കുട്ടികളുണ്ടായി ഈ സിനിമ ചെയ്യുമ്പോൾ. എൻ്റെ ആരൻ മുതൽ എൻ്റെ 3 അസിസ്റ്റൻസിന്റെ കല്യാണം കഴിഞ്ഞു. ഒരാൾ ഡിവോഴ്സ് ആയിട്ട് വീണ്ടും കല്യാണം കഴിച്ചു. അപ്പോൾ പല കുറേ കാര്യങ്ങൾ സംഭവിച്ചു. എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഇന്നസെന്റ് അടക്കം പേര് മരിച്ചുപോയി. എൻ്റെ വൈഫിൻ്റെ ഫാദർ മരിച്ചുപോയി. അപ്പോൾ ഒരു ഇമോഷണൽ ജേണിയാണ് ഈ സിനിമ. എനിക്ക് ഇതിനെ പാച്ചു മാത്രമേ ഉള്ളൂ. എനിക്ക് അടുത്ത സിനിമ ഇത്രയും കഷ്ടപ്പാട് ഞാൻ ഒരിക്കലും അനുഭവിച്ചു. അതുകൊണ്ട് കൂടിയാണല്ലേ റിലീസിന്റെ തലേദിവസം ഞാൻ പറഞ്ഞ ടെൻഷനിലായിരുന്നു എന്ന് പറയുമ്പോൾ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ടാസ്ക്. ഇത് വന്നല്ലോ ഫൈനലി, എത്തിയല്ലോ എന്നുള്ള ആശ്വാസം. പക്ഷേ എനിക്ക് ഞാൻ പേഴ്സണലി ബോംബെയിലാണ് ഫൈനൽ സ്ക്രീൻ, സൗണ്ട് ഡിസൈൻ ബോംബെയിലാണ് കഴിഞ്ഞത്. അവിടെയാണ് ഫൈനൽ നമ്മൾ കണ്ടത്. പടം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ സന്തോഷം തന്നെയാണ് ഞാൻ നോക്കിയിട്ടുള്ളൂ. ഞാൻ എക്സ്പെക്ട് ചെയ്തേക്കാളും സ്ക്രിപ്റ്റിനേക്കാളും 1-2 ഷെയ്ഡ് മേലെയായിരുന്നു സിനിമ. അതെനിക്ക് ഉറപ്പാണ്. സിനിമ ഞാൻ എഴുതി, എനിക്കറിയാലോ. അപ്പോൾ ഈ പടം മതി, സെറ്റ് പോവാം, പിന്നെ വീട്ടിൽ പോകാമെന്ന് മാത്രം ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാനുള്ള ചെയ്ത് കഴിഞ്ഞു, ഇനി ടെൻഷനൊന്നും കാര്യമില്ല, ഇനി എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ ഞാൻ ഇന്നലെ കണ്ട കാഴ്ച തിയേറ്ററിൽ, അപ്പോൾ അതാണ് എനിക്ക് ഇമോഷണൽ ആവുന്നത്. ഞാൻ ആകെ ഇമോഷണൽ ആയി പോയത്. കാരണം ഇത് ഇത്രയും ആൾക്കാർ ഓഡിയൻസിൽ കണക്ട് ചെയ്തല്ലോ. ഇപ്പോൾ ശരിക്കും വളരെ മോശം ഫേസിൽ കൂടെ പോയ സമയമാണ്. എനിക്ക് ഇപ്പോൾ വരുന്ന കോളുകളെല്ലാം തിയേറ്ററിൽ നിന്നാണ്. എന്നെ വിളിക്കുന്ന സിനിമാക്കാർ പോലും അല്ല, തിയേറ്റർ ഓണേഴ്സ് വിളിക്കുന്നത്. അവർ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ട്രാഫിക് ബ്ലോക്കിന്റെ ഫോട്ടോ തയ്ക്കുന്നു, പാർക്കിങ്ങിന്റെ ഫോട്ടോ തയ്ക്കുന്നു. ഈ കാഴ്ച പൂപ്പൽ പിടിച്ച സീറ്റായിരുന്നു, എല്ലാം തുടച്ചു വൃത്തിയാക്കിന്ന് പറഞ്ഞു. അപ്പൊ അമ്മ ഇതെല്ലാം ഉപേക്ഷിച്ച് 3 മക്കൾ ഉണ്ടല്ലോ. അപ്പൊ 3 കുട്ടികളെ നോക്കാൻ അമ്മ എല്ലാം വിട്ടെറിഞ്ഞ് നാട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന അച്ഛൻ. ആ സമയത്ത് വേണമെങ്കിൽ മദ്രാസിലേക്ക് മാറായിരുന്നു. കാരണം അതെല്ലാ ആൾക്കാരും മദ്രാസിലേക്ക് മാറും, സിനിമ മദ്രാസിലാണ്. അപ്പോൾ ചിലപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ദുൽഖറൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു പോയി. അപ്പോൾ രക്ഷിച്ചത് അമ്മയാണ്. അമ്മ തീരുമാനിക്കണം നാട്ടിൽ താമസിക്കാം, അച്ഛനും താമസിക്കാം. അപ്പോൾ അമ്മയാണ് നമ്മുടെ റൂട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു 15 വയസ്സ് വരെ നമുക്ക് പരിചയമുള്ള അമ്മേനെ മാത്രമാണ്. അമ്മയാണ് നമ്മുടെ ലൈഫിലെ എലമെന്റ്, പാരന്റ് എന്നുള്ള എലമെന്റ് അമ്മ. അച്ഛൻ ഫോണിൽ സംസാരിക്കുന്ന നമുക്കറിയാം, അച്ഛൻ സിനിമയിലാണെന്ന് അറിയാം. ഇടയ്ക്ക് ഒന്നും സ്നേഹത്തിന് കുറവൊന്നുമില്ല, പക്ഷെ അതിന് സമയമില്ല. അച്ഛനെ പരിചയപ്പെടുന്നത് +2 കഴിഞ്ഞിട്ടാണ്.